ഓക്കെ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വോയിസ് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടോ? ഗുഡ് മോർണിംഗ്. കേൾക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രേഡിംഗ് വ്യൂവിലേക്ക് നിഫ്റ്റി 50 സ്റ്റോക്സുകൾ ആഡ് ചെയ്തിരുന്നോ? കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നോ? എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നോ ട്രേഡിംഗ് വ്യൂവിലേക്ക് സ്റ്റോക്സുകൾ ആഡ് ചെയ്യാൻ? ആർക്കെങ്കിലും പറ്റാതിരുന്നിരുന്നോ? ബ്ലോക്ക് വന്നിരുന്നോ? ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്കിത് ആൽഫബറ്റിക് ഓർഡറിൽ തന്നെ നമുക്കൊന്ന് നോക്കി പോവാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്കും അതുപോലെ തന്നെ നോക്കാം. ഫസ്റ്റ് ക്യാൻഡിൽ എടുത്തിട്ട് അത് ബുള്ളിഷ് ആണോ ബെയറിഷ് ആണോ മർബസ് ആണോ എന്നുള്ളത് നോക്കാം. അപ്പൊ അതിനു മുമ്പ് നമുക്ക് ജസ്റ്റ് നിഫ്റ്റി ഒന്ന് നോക്കാം. നിഫ്റ്റി ഇപ്പൊ എങ്ങനെയാണ് നിൽക്കുന്നത്? നിഫ്റ്റി കഴിഞ്ഞ 2 ദിവസമായിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു ഫോളിലായിരുന്നു. ഇവിടെ നോക്കുകയാണെങ്കിൽ അല്ലേ, 8-ാം തീയതി വലിയൊരു ഫോൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം പതുക്കെ ഇന്നലെ ഒന്ന് റിക്കവർ ആയിട്ട് ഇപ്പൊ വീണ്ടും നല്ലൊരു പ്രീമിയം പ്രൈസിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ നിഫ്റ്റി ഇപ്പൊ ബുള്ളിഷ് ആണ്. പക്ഷെ നമ്മുടെ ഒരു നല്ലൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് സോണിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് ഒക്കെ ഒന്ന് നോക്കാം. ഗ്ലോബൽ മാർക്കറ്റ് ഒക്കെ എങ്ങനെയാണ് നോക്കാം. അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ വളരെ വിശദമായിട്ട് കാണാം, എങ്ങനെയാണ് ഇതൊക്കെ നോക്കാന്നുള്ളത്. അപ്പൊ സാധാരണ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ചുമ്മാ ബ്ലൈൻഡ് ആയിട്ട് ഓരോ സ്റ്റോക്സുകൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാതെ മാർക്കറ്റ് നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യാം. ഇവിടെ നോക്കുകയാണെങ്കിൽ മേജർ ആയിട്ടുള്ള അമേരിക്കൻ ഇൻഡെക്സുകളാണ് ഇതിലേക്ക് എടുക്കുന്നത്. SPX, DJI, നാസ്ഡാക്ക്. അതുപോലെ തന്നെ യൂറോപ്യൻ ഇൻഡെക്സുകൾ, മേജർ ആയിട്ടുള്ള ഏഷ്യൻ ഇൻഡെക്സുകൾ. ഇപ്പൊ നമ്മുടെ നിഫ്റ്റി പോലെയുള്ള അമേരിക്കയിലും യൂറോപ്പിലും ഏഷ്യയിലും ബിഗ്ഗസ്റ്റ് ഇൻഡെക്സുകളാണ് ഗ്ലോബൽ ഇൻഡെക്സുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇൻഡെക്സുകളുടെ പ്ലൂരൽ എന്ന് പറയുന്നത് ഇൻഡിസീസ് ആണ്. ഇൻഡിസീസ് ഇതെല്ലാം ഓൾമോസ്റ്റ് വളരെ അത്ഭുതകരമായി അല്ലെങ്കിൽ വളരെ റയർ ആയിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. ഒന്നുകിൽ എല്ലാം ബെയറിഷ് ആയിരിക്കും, അല്ലെങ്കിൽ എല്ലാം ബുള്ളിഷ് ആയിരിക്കും. ഇങ്ങനെ വരണമെങ്കിൽ നമ്മുടെ വ്യൂ എന്ന് പറയുന്ന ഒരു ബുള്ളിഷ് വ്യൂ ആയിരിക്കും. ഇപ്പൊ നമുക്ക് മിക്ക സ്റ്റോക്സുകളും അതുപോലെ തന്നെ ബുള്ളിഷ് ആയിട്ടായിരിക്കും ഇപ്പൊ നിൽക്കണ്ടാവുക. അപ്പൊ നമുക്ക് നല്ലൊരു ബുള്ളിഷ് ട്രേഡ് ഇന്ന് പ്രയോറിറ്റൈസ് ചെയ്യാം അല്ലെ? ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു 95% സ്റ്റോക്സുകളും നിഫ്റ്റി 50-യിലെ ബുള്ളിഷ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അഡാനി എന്റർപ്രൈസ് ഫസ്റ്റ് നോക്കാം. ആൽഫബറ്റിക് ഓർഡറിൽ നമുക്ക് നെക്സ്റ്റ് അടിച്ച് പോവാം. ഇതെങ്ങനെയൊക്കെയാണ് പ്രീ മാർക്കറ്റ് അനാലിസിസ് ചെയ്യുന്നതൊക്കെ നമുക്ക് ഓരോ ക്ലാസ്സുകളിലും ഓരോ പോയിന്റ് വെച്ച് നമുക്ക് പതുക്കെ ആഡ് ചെയ്ത് പോവാം. അപ്പൊ ബേസിക് അനാലിസിസ് നടത്തി ട്രേഡ് എടുത്തതിന് ശേഷം നമുക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും നോക്കുക. എന്നിട്ട് ഏതെങ്കിലും ഒരു ബുള്ളിഷ് മർബസു കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ടെക്സ്റ്റിൽ ആഡ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും അത് ഹെൽപ്ഫുൾ ആയിരിക്കും അല്ലെ? നമുക്ക് 50 സ്റ്റോക്സുകൾ നോക്കി വരുമ്പോഴേക്കും ഒരുപാട് സമയം എടുക്കും. അപ്പോൾ ജസ്റ്റ് റാൻഡം ആയിട്ട് നിങ്ങൾ നോക്കുക. ഏതെങ്കിലും സ്റ്റോക്സുകൾ ബുള്ളിഷ് മർബസു ആണെങ്കിൽ ജസ്റ്റ് അതൊന്ന് ടെക്സ്റ്റ് ബോക്സിൽ ഇടാം. അപ്പോളോ ഹോസ്പിറ്റൽ, അപ്പോളോ ഹോസ്പിറ്റല് ബെയറിഷ് അല്ലേ? ഫസ്റ്റ് ക്യാൻഡിൽ ബെയറിഷ് അല്ലേ? നമുക്ക് ഇന്ന് ബുള്ളിഷ് ട്രേഡ് എടുക്കുന്നതായിരിക്കും ബെറ്റർ. ഈ ഒരു ക്യാൻഡിൽ ഓക്കെയാണ് അല്ലെ? ഏഷ്യൻ പെയിന്റ് ഓക്കെയാണ്, നല്ലൊരു ബുള്ളിഷ് മർബസും ആണ്. അപ്പൊ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ 3 മിനിറ്റ്സിലേക്ക് പോവാം. 3 മിനിറ്റ്സിലേക്ക് പോയിട്ട് ഈ 15 മിനിറ്റിന്റെ ഹൈയും ലോയും നമുക്ക് വേണമെങ്കിൽ ഇതിൽ മാർക്ക് ചെയ്തിട്ട് പോവാണെങ്കിൽ കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ടാവും. 15 മിനിറ്റിന്റെ ഓപ്പണും ക്ലോസും അല്ലെ? അപ്പൊ ഓപ്പൺ നമുക്കൊരു റെഡ് മാർക്ക് ചെയ്യാം, ക്ലോസ് നമുക്കൊരു ഗ്രീൻ മാർക്ക് ചെയ്യാം.
അപ്പൊ അതിന് ശേഷം നമുക്ക് 3 മിനിറ്റ്സിലേക്ക് പോവാം. 3 മിനിറ്റ്സിൽ ഇപ്പോൾ അത്യാവശ്യം നല്ല ബുള്ളിഷ് ആയിട്ടാണ് പോകുന്നത്. അപ്പൊ ഈ ഒരു ക്യാൻഡിൽ മിക്കതും ക്ലോസ് ആവാൻ ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ 9:33 നമ്മുടെ ക്യാൻഡിൽ ക്ലോസ് ആവും. ഇത് ക്ലോസ് ആവാറായിട്ടുണ്ട് ഏകദേശം. അപ്പൊ ഇവിടെ നമുക്കൊരു ട്രേഡ് എടുക്കാം. ഇത് നമ്മുടെ സ്റ്റോപ്പ് ലോസ്. ഓക്കെ, കുഴപ്പമില്ല, ഇത് തെറ്റില്ലാത്ത ഒരു ട്രേഡാണ്. മാർക്കറ്റിൽ നിന്ന് ബുള്ളിഷ് ആണ്, അതേ വ്യൂവിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ സ്റ്റോപ്പ് ലോസ്, നമ്മുടെ എൻട്രി പോയിന്റ് ഇവിടെയാണ് വരിക, സ്റ്റോപ്പ് ലോസ് ഇവിടെയാണ് വരിക. ഓക്കെ, 26 രൂപ 15 നമ്മുടെ സ്റ്റോപ്പ് ലോസ്. അപ്പോൾ നമുക്കിത് റിയൽ ട്രേഡ് എടുക്കാം. അതിനുശേഷം നമുക്ക് ടാർഗറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ അല്ലേ. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതിപ്പോ നമ്മൾ റെസിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. ഇപ്പൊ നമ്മൾ അതൊന്നും നോക്കണ്ട, പതുക്കെ പതുക്കെ നമുക്ക് നോക്കിയിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ പഠിക്കാം. അപ്പൊ നല്ല സ്ട്രോങ് റെസിസ്റ്റൻസിൽ നമ്മൾ സെല് ചെയ്യണമെങ്കിൽ അത് അങ്ങോട്ട് കടന്നു കിട്ടാൻ കുറച്ച് ചാൻസ് കുറവാണ്. അപ്പൊ ഈ ഒരു റെസിസ്റ്റൻസ് പോയിന്റ്സും കൂടി അങ്ങോട്ട് ബ്രേക്ക് ചെയ്തിട്ട് ട്രേഡ് എടുക്കുന്നതാണ് നല്ലത്. പക്ഷെ നമ്മുടെ ആദ്യത്തെ ദിവസങ്ങളിൽ നമ്മൾ ആ കാര്യങ്ങൾക്കൊന്നും അധികം ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. ജസ്റ്റ് നമുക്കത് സ്ട്രാറ്റജി വൈസ് ആയിട്ട് തന്നെ കറക്റ്റ് ആയിട്ട് ചെയ്തു പോകാം അല്ലേ. റെസിസ്റ്റൻസ് പോയിന്റ് കണ്ടോ അവിടെ, പ്രീവിയസ് റെസിസ്റ്റൻസ് അവിടെ കറക്റ്റ് അവിടെ തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ ആ റെസിസ്റ്റൻസ് കൂടി കഴിഞ്ഞിട്ട് ട്രേഡ് എടുക്കുന്നതാണ് ബെറ്റർ പ്രൈസ് ആക്ഷൻ വെച്ച്. പക്ഷെ നമ്മളൊരു സ്ട്രാറ്റജി വെച്ച് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന കാരണം നമ്മൾ ഒട്ടും കൺഫ്യൂഷൻ വേണ്ട. ആ സ്ട്രാറ്റജി അങ്ങനെ തന്നെ ഒരു ആചാരം പോലെ തന്നെ അനുഷ്ഠിക്കുക. ഇവിടെ ട്രേഡ് എടുക്കാം, ഇവിടെ സ്റ്റോപ്പ് ലോസ് വെക്കുക. ഓക്കെ, അപ്പൊ ഞാനിതെല്ലാം മാച്ച് കളയാം വളരെ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട്. സ്റ്റോപ്പ് ലോസും ടാർജറ്റും നമ്മുടെ എൻട്രിയും ടാർജറ്റും നിങ്ങളൊന്ന് നോക്കുക, സ്റ്റോപ്പ് ലോസും ടാർജറ്റും. ഓക്കെ, അത് നേരെ നമുക്ക് ഫസ്റ്റ് സ്റ്റോക്കിൽ എക്സിക്യൂട്ട് ചെയ്യാം. അപ്പോൾ ട്രേഡ് എടുത്തോ, ഫസ്റ്റ് സ്റ്റോക്കിൽ എക്സിക്യൂട്ട് ചെയ്യാൻ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഒക്കെ ഉള്ളവർ ചോദിക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ അത് വളരെ വിശദമായിട്ട് കണ്ടതാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ സിസ്റ്റത്തിലാണ് സിസ്റ്റമാണ് ലാപ്ടോപ്പാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കോപ്പി ചെയ്യാം. ഏഷ്യൻ പെയിന്റ്സ് കോപ്പി ചെയ്യാം, ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഒരു ഡൗട്ട് സർ. ഹലോ, ആ പറഞ്ഞു. അപ്പൊ ബാക്കി എല്ലാവരും ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തോ, കാരണം ഇത് അധികം ഡിലേ വരണ്ട. ഒരു ക്വാണ്ടിറ്റിക്ക് ഒരു ക്വാണ്ടിറ്റി, അല്ലെങ്കിൽ അഥവാ പൈസ റെഡി ആയിട്ടില്ലാത്ത ആൾക്കാർ പേപ്പർ ട്രേഡ് ചെയ്താലും മതി. മാർക്കറ്റ് ഓർഡറിന് ബൈ ചെയ്യാം. ബൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് സമയം എടുത്താലും കുഴപ്പമില്ല. ഓക്കെ, ചോദിച്ചോളൂ. സർ ആക്ച്വലി NSE നോക്കുമ്പോൾ ഡൗൺ അല്ലേ, ഡൗൺ ട്രെൻഡ് അല്ലേ കാണിച്ചേ? NSE ആണോ നിഫ്റ്റി ആണോ? സോറി, നിഫ്റ്റി. നിഫ്റ്റി അപ് ട്രെൻഡ് ആണ്. നിഫ്റ്റി ബേസിക്കലി ഡൗൺ ട്രെൻഡ് ആണെങ്കിലും ഇന്ന് എക്സ്ട്രീം ബുള്ളിഷ് ആണ്. അപ്പോ ഗ്ലോബൽ മാർക്കറ്റ് എക്സ്ട്രീം ബുള്ളിഷ് ആയതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ബുള്ളിഷ് വ്യൂവിൽ ട്രേഡ് എടുക്കുന്നത്. ഓക്കെ, ഗ്ലോബൽ മാർക്കറ്റ് എന്താ ഉദ്ദേശിക്കുന്നത്? ഗ്ലോബൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ വേൾഡിലെ ടോപ്പ് ആയിട്ടുള്ള ഇൻഡെക്സുകളൊക്കെ, അതായത് സാധാരണ നിലയ്ക്ക് ഒരു 70-75% ടൈമും നമ്മുടെ നിഫ്റ്റി ഗ്ലോബൽ മാർക്കറ്റ്സിനെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ അമേരിക്കൻ ഇൻഡെക്സുകൾ, യൂറോപ്യൻ ഇൻഡെക്സുകൾ, അതുപോലെ തന്നെ ഏഷ്യൻ ഇൻഡെക്സുകൾ. അപ്പൊ ഇതെല്ലാം വളരെ അപൂർവമായിട്ടാണ് എല്ലാം ഗ്രീൻ അല്ലെങ്കിൽ റെഡ് ആവുന്നത്. അപ്പൊ നമ്മൾ സാധാരണ നൽകിയ ഒരു 9 ഇൻഡെക്സുകളാണ് നോക്കുക. ഓക്കെ, അപ്പൊ നമുക്കത് പതുക്കെ വഴിയെ കാണാം. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഓരോ ദിവസം ഓരോ പുതിയ കാര്യങ്ങൾ ഈ ഒരു ഇൻട്രാഡേ ബേസിക് ലൈവ് സെക്ഷനിൽ നമുക്ക് പഠിക്കാം. അപ്പൊ ഇപ്പോ തൽക്കാലം നിങ്ങൾ മനസ്സിലാക്കുക, ഗ്ലോബൽ ഇൻഡെക്സുകൾ, അതായത് ഇന്റർനാഷണൽ ആയിട്ടുള്ള ഇൻഡെക്സുകൾ, ഇപ്പൊ നമ്മുടെ നിഫ്റ്റി 50 പോലെ തന്നെ വലിയ സമ്പന്ന രാഷ്ട്രങ്ങളിലെ ഇൻഡെക്സുകൾ. അപ്പൊ നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത് ജപ്പാൻ, ചൈന, ഹോങ്കോങ്, പിന്നെ അതുപോലെ തന്നെ അമേരിക്ക, യൂറോപ്പ്. അപ്പൊ മൊത്തത്തിൽ ഒരു 9 ഇൻഡെക്സുകളാണ് നമ്മൾ പ്രീ മാർക്കറ്റ് അനാലിസിസ് എന്ന് പറയുന്നത് നോക്കുക. അപ്പൊ ഇതിൽ 9-ൽ 9 എണ്ണവും അല്ലെങ്കിൽ 8 എണ്ണം ബുള്ളിഷ് ആണെങ്കിൽ മാത്രമാണ് അതിലൊരു കൃത്യമായ ഒരു ബുള്ളിഷ് വ്യൂ നമ്മൾ റീഡ് ചെയ്യാവൂ. അപ്പൊ ഇന്ന് നോക്കിയപ്പോ ഞാൻ കണ്ടത് 9 എണ്ണം ബുള്ളിഷ് ആണ്. അപ്പൊ 75% ഓഫ് ദ ടൈം ഗ്ലോബൽ മാർക്കറ്റ്സ് എല്ലാം ബുള്ളിഷ് ആണെങ്കിൽ മിക്കപ്പോഴും അത് നമ്മുടെ മാർക്കറ്റിൽ റിഫ്ലക്ട് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു പ്രോബബിലിറ്റി ഗെയിമാണ്. അപ്പൊ എപ്പോഴും നമ്മളൊരു എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് ട്രേഡ് എടുക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി വിന്നിങ് റേറ്റ് കൂടും. അപ്പൊ നമ്മൾ ചുമ്മാ ഈ ഒരു സ്ട്രാറ്റജി ബ്ലൈൻഡ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ ഒരു 55 അല്ലെങ്കിൽ 54% വിന്നിങ് റേറ്റ് ഉണ്ടെന്ന് വിചാരിച്ചോ. അതായത് 100 ട്രേഡ് എടുക്കുമ്പോൾ 54 ദിവസം നമ്മൾ വിജയിക്കുന്നു, 46 ദിവസം നമ്മൾ പരാജയപ്പെടുന്നു എന്ന് വിചാരിച്ചു. പക്ഷെ ഈ പറഞ്ഞ പോലെ പ്രീ മാർക്കറ്റ് അനാലിസിസ് നോക്കിയിട്ട് നിഫ്റ്റി എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ അതിനെ ഫിൽട്ടർ ചെയ്തിട്ട് ബുള്ളിഷ് ഓർ ബെയറിഷ് ആണോ നോക്കിയിട്ട് ട്രേഡ് ചെയ്യണമെങ്കിൽ അതിന് പകരം ഒരു 57-58 വിന്നിങ് റേറ്റ് നമുക്ക് കിട്ടും.
അതായത് 100 ട്രേഡ് ചെയ്യുമ്പോൾ അതിലൊരു 58 വിന്നിംഗ് റേറ്റ് നമുക്ക് കിട്ടും. അപ്പൊ ഈ 58, 60 അതിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ചുമ്മാ ചാർട്ട് മാത്രം നോക്കാതെ മൊത്തം ഗ്ലോബൽ വ്യൂ നോക്കണത് നന്നായിരിക്കും. ഓക്കെ, അപ്പൊ അത് നമുക്ക് വഴിയെ പഠിക്കാം. അപ്പൊ പ്രീ മാർക്കറ്റ് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇന്ന് എങ്ങനെയായിരിക്കും, അതായത് നിഫ്റ്റി ഇന്ന് എങ്ങോട്ട് പോകാനുള്ള സാധ്യത എന്ന് വിലയിരുത്തുന്നതാണ് പ്രീ മാർക്കറ്റ് അനാലിസിസ്. അപ്പൊ അതിലൊരു മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ് ഗ്ലോബൽ ഇൻഡെക്സുകൾ നോക്കാം. ഇൻഡെക്സ് എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ, സൂചിക, നമ്മുടെ നിഫ്റ്റി. അതുപോലെ തന്നെ ഉള്ള മറ്റുള്ള രാജ്യങ്ങളിലെ സൂചികകൾ എന്താണ് കാണിക്കുന്നതെന്ന് നോക്കുക. അപ്പൊ എല്ലാം ബുള്ളിഷ് ആയിട്ടോ ബെയറിഷ് ആയിട്ടോ കിട്ടുകയാണെങ്കിൽ മാത്രം നമുക്കത് നല്ലൊരു ക്ലൂ ആയിട്ട് സ്വീകരിക്കാം. അപ്പൊ പിന്നെ വേറെ ഒന്നും നോക്കാൻ നിൽക്കണ്ട. അതല്ലെങ്കിൽ നമ്മൾ പല പല കാര്യങ്ങൾ നോക്കാറുണ്ട്. ഇന്ത്യ വിക്സ് നോക്കാറുണ്ട്, FII DI ഡാറ്റ നോക്കാറുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മൾ നോക്കിയപ്പോ എല്ലാം ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഞാനൊരു ബുള്ളിഷ് ബയാസിൽ ഒരു ബുള്ളിഷ് മർബസു കാൻഡിൽ തന്നെ നോക്കിയത്. അപ്പൊ ഇത് എന്തൊക്കെ ചെയ്താലും ടെക്നിക്കൽ അനാലിസിസ് വെച്ചിട്ട് നമുക്ക് ഒരു 60%-നേക്കാളും വിന്നിംഗ് റേറ്റ് കൂടുതൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതായത് 10 ട്രേഡ് എടുക്കുമ്പോൾ 6 ട്രേഡ്, അല്ലെങ്കിൽ ഒരു 100 ട്രേഡ് എടുക്കുമ്പോൾ 60 ട്രേഡ് എന്നുള്ള തരത്തിൽ വേണം നമ്മൾ എപ്പോഴും ട്രേഡിങ്ങിനെ കാണാൻ. ഓക്കെ, അപ്പൊ നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുക. ഇപ്പൊ ഞാൻ ഓൾറെഡി ഇത് ബൈ ചെയ്തിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു ക്വാണ്ടിറ്റിയെങ്കിലും ബൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ അതിനുശേഷം നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് എങ്ങനെയാണ്? ഇപ്പോഴും സ്റ്റിൽ കൺഫ്യൂഷൻ ഉള്ളവരോട് ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ ഓൾറെഡി ബൈ ചെയ്ത് കഴിഞ്ഞാൽ അത് പൊസിഷൻസിലാണ് പോയി കിടക്കുക. അപ്പൊ ഇവിടെ ഒന്നും കാണാൻ പറ്റില്ല. ഈ പൊസിഷൻസ് എന്ന് പറയുന്ന പേജിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം, അല്ലെ? നമ്മൾ ഓൾറെഡി ബൈ ചെയ്തതായിട്ട് കാണാം. അപ്പൊ അവിടെ പോയിട്ട് 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യണം. അപ്പൊ തെറ്റരുത്, ഓർഡർ പേജിലല്ല. ഡെലിവറിയിലാണോ? ഡെലിവറിയിലാണ് ഞാൻ ചെയ്തേക്കണം. അപ്പൊ അതിന് വരെ ഇൻട്രാഡേ ആണ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മളത് കെയർ ചെയ്യുക. ഡെലിവറി എന്നുള്ളത് സാധാരണ നിലയ്ക്ക് മിക്ക ബ്രോക്കേഴ്സിലും നമ്മൾ ഇൻട്രാഡേ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ആ ഇൻട്രാഡേ ടൈപ്പ് മാറാറില്ല. അപ്പൊ ഞാൻ പല സെക്ഷൻസ് ഇങ്ങനെ മാറി മാറി ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഡെലിവറി ട്രേഡ് ഒക്കെ എടുത്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അത് മാറിപ്പോകുന്നത്. അപ്പൊ സാധാരണ ബ്രോക്കേഴ്സിൽ നമ്മൾ ഇൻട്രാഡേ എടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ അത് ഇൻട്രാഡേ ആണ് എടുക്കുക. ഓക്കെ, അപ്പൊ അത് ഇൻട്രാഡേ ഇപ്പൊ നമ്മൾ ഡെലിവറി എടുത്ത് ഡെലിവറി തന്നെ സെയിം ഡേ സെല് ചെയ്താലും അത് ഇൻട്രാഡേ ആയിട്ടാണോ കണക്ക് കൂട്ടുക? ഇൻട്രാഡേ എടുക്കാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്നാലാണ് നമുക്ക് ലിവറേജ് കിട്ടുള്ളൂ. ഇപ്പോ ഏഷ്യൻ പെയിന്റ്സ് 2700 രൂപയാണ്. നമ്മൾ ഡെലിവറി എടുക്കണമെങ്കിൽ 2700 രൂപ യൂസ് ആവും. അപ്പൊ നമുക്ക് അധികം ക്വാണ്ടിറ്റി എടുക്കാൻ പറ്റില്ല. പക്ഷെ നമ്മളിപ്പോ ചെയ്ത് പഠിക്കാൻ വേണ്ടിട്ട് എടുക്കണമെങ്കിൽ ഏത് എടുത്താലും കുഴപ്പമില്ല. ഓക്കെ, സെറ്റിൽ ആവുമ്പം അത് കണക്കിൽ എങ്ങനെ കണക്ക് കൂട്ടുക? അത് ഇൻട്രാഡേ ആയിട്ട് തന്നെയായിരിക്കുമോ? അല്ല, അത് ഡെലിവറി ആയിട്ടാണ് കണക്ക് കൂട്ടുക. പക്ഷെ ഇതിൽ വലിയ വ്യത്യാസം വരുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഒരു ക്വാണ്ടിറ്റി എടുത്ത് പഠിക്കുന്ന കാരണം കൊണ്ട് അത് നമ്മൾ ലിവറേജ് നമുക്ക് ആവശ്യമില്ല. നമ്മുടെ അക്കൗണ്ടിൽ ഒരു 5000-10000 രൂപ ഉണ്ടെങ്കിൽ നമ്മളൊരു ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ അത് ഡെലിവറി എടുത്താലും ഇൻട്രാഡേ എടുത്താലൊക്കെ കണക്കാണ്. അപ്പൊ നമ്മൾ സീരിയസ് ആയിട്ട് 1 ലക്ഷം രൂപയ്ക്ക് ട്രേഡ് ചെയ്യണമെങ്കിൽ അതില് എത്ര സ്റ്റോക്ക് കിട്ടും എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് എടുക്കുക. അപ്പൊ നമുക്ക് വഴിയെ പഠിക്കാം എങ്ങനെയാണ് പൊസിഷൻ സൈസിങ് ഒക്കെ ചെയ്യുന്നതെന്ന്. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യണമെങ്കിൽ ഇൻട്രാഡേക്ക് പകരം ഡെലിവറി എടുത്താൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ക്വാണ്ടിറ്റി മേടിക്കാൻ പറ്റില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ ക്യാപിറ്റലിന്റെ 1% റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുക. അപ്പോൾ 1 ലക്ഷം രൂപയുള്ള ആളാണെങ്കിൽ 1000 രൂപയാണ് റിസ്ക് എടുക്കുക. 10000 രൂപയ്ക്ക് ട്രേഡ് ചെയ്യുന്ന ആളാണെങ്കിൽ 100 രൂപയാണ് റിസ്ക് എടുക്കുക. അപ്പൊ നമ്മൾ സ്റ്റോപ്പ് ലോസിലേക്ക് ഉള്ള ദൂരം അളന്നിട്ട് അത് കൃത്യമായിട്ട് ഇപ്പൊ 100 രൂപയാണെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസിലേക്കുള്ള ദൂരം 10 രൂപയാണെങ്കിൽ 10 ക്വാണ്ടിറ്റിയാണ് നമ്മൾ വാങ്ങുക. ആ 10 ക്വാണ്ടിറ്റി വാങ്ങണമെങ്കിൽ നമ്മളുടെ ക്യാപിറ്റലിന് ചിലപ്പോൾ അത് കിട്ടിക്കൊള്ളണമെന്നില്ല പല സ്റ്റോക്കുകളും. അപ്പൊ നമ്മൾ ഇൻട്രാഡേ തെറ്റിച്ചിട്ട് കഴിഞ്ഞാൽ അത് കിട്ടില്ല. ഇപ്പൊ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് മാറിയാലും കുഴപ്പമില്ല. പക്ഷെ മാക്സിമം ഇൻട്രാഡേ നിങ്ങൾ എടുക്കാൻ നോക്കുക. ഓക്കെ, പറഞ്ഞോളൂ. ചില സ്ക്രിപ്റ്റിന് ഇൻട്രാഡേ ഉണ്ടാവില്ലല്ലോ, എല്ലാ സ്ക്രിപ്റ്റിനും ഉണ്ടാവുമോ? ഇല്ല, ഏകദേശം ഒരു 10-500 സ്റ്റോക്കുകൾക്ക് മാത്രമാണ് ഇൻട്രാഡേ ഉള്ളൂ. എന്ന് വിചാരിച്ച് നമ്മൾ ആ 500 സ്റ്റോക്കുകളിലും ഇൻട്രാഡേ ചെയ്യുന്നത് നല്ലതല്ല. നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു നിഫ്റ്റി 50-ലോ നിഫ്റ്റി 100 സ്റ്റോക്സുകളിലോ പ്രയോറിറ്റൈസ് ചെയ്യാൻ നോക്കാം. സാധാരണ നിഫ്റ്റി 50 എല്ലാത്തിനും ഉണ്ടോ സാർ? എന്തോ നിഫ്റ്റി 50 എല്ലാത്തിനും ഉണ്ടാവോ? നിഫ്റ്റി 50 എല്ലാത്തിലും ഉണ്ടാവും. അത് വളരെ അപൂർവം കേസുകളിലൊക്കെ ചില സ്റ്റോക്സുകളിൽ ഇൻട്രാഡേ അലൗഡ് അല്ലാതിരിക്കാറുണ്ട്. വലിയ ഫ്ലക്ച്വേഷൻ വോളറ്റിലിറ്റി ഒക്കെ വരാൻ സാധ്യതയുണ്ടെന്നുള്ളത് എക്സ്ചേഞ്ചിന് തോന്നിക്കഴിഞ്ഞാൽ താൽക്കാലികമായിട്ട് ഇൻട്രാഡേ സ്റ്റോക്കിൽ ബ്ലോക്ക് ചെയ്യാറുണ്ട്. നമ്മളെപ്പോഴും നിഫ്റ്റി 50-ലുള്ള സ്റ്റോക്കുകൾ നമുക്ക് ഒരു ദിവസം മാക്സിമം ഒരു 50 സ്റ്റോക്ക് ഒക്കെ അല്ലേ നോക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഏറ്റവും നിഫ്റ്റി 50 ലിസ്റ്റ് തന്നെ നോക്കിയാൽ പോരെ. ഓക്കെ, അതിനല്ല നിഫ്റ്റി 50ന്ന് പുറത്തേക്ക് പോകുന്നവരും കൂടുതൽ വോളറ്റിലിറ്റി ഉണ്ടാവും.
മാർക്കറ്റ് വലിയ മൂവ്മെന്റ്സ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ശരിക്കും ഒരു പ്രൊഫഷണൽ ട്രേഡർക്ക് വലിയ മൂവ്മെന്റ്സ് ആവശ്യമില്ല. അതൊരു തെറ്റിദ്ധാരണയാണ്. ഈ സ്റ്റോക്ക് ഇൻട്രാഡേ ചെയ്താൽ പറക്കും, അങ്ങനെ പറക്കേണ്ടൊന്നും ആവശ്യമില്ല. നമുക്ക് സാധാരണ നിലയ്ക്ക് ഇപ്പോൾ 1 ലക്ഷത്തിന് ട്രേഡ് ചെയ്യണമെങ്കിൽ നിഫ്റ്റി 50-യിലുള്ള സ്റ്റോക്കുകൾ തന്നെ ട്രേഡ് ചെയ്താൽ ഒരു ദിവസം 0.5%, 1%-ന്റെ ഒക്കെ വ്യത്യാസം ഉണ്ടാവാറില്ലേ? ഇപ്പൊ നമ്മൾ ഈ പാനൽ എടുത്ത് നോക്കുമ്പോൾ ഇവിടെ കാണുന്നില്ല എത്ര പെർസെന്റേജ് വ്യത്യാസം ഉണ്ടെന്ന്. ഇപ്പൊ തന്നെ പല സ്റ്റോക്കുകളും 1% ഒക്കെ മാറിക്കഴിഞ്ഞു. അപ്പൊ 1% തന്നെ നല്ല മൂവ്മെന്റ് ആണ് ഇൻട്രാഡേ ചെയ്യുന്നവർക്ക്. അതായത് നമുക്ക് ലിവറേജ് ഉള്ള കാരണം കൊണ്ട് 1%-ന്റെ മൂവ്മെന്റ് ഉണ്ടാവുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ എത്രയാണ് മൂവ്മെന്റ് ഉണ്ടാവുക? 5%-ന്റെയാണ്. അപ്പൊ 5%-നും കൂടുതൽ മൂവ്മെന്റ് നമുക്ക് ഒരു ദിവസം ഇൻട്രാഡേയിൽ ആവശ്യമില്ല. അതായത് ഒരു ദിവസം ഇൻട്രാഡേയിൽ പ്രോഫിറ്റ് കിട്ടുമ്പോഴും ലോസ് വരുമ്പോഴൊക്കെ 5000-ൽ മേലെ വരാന്നുണ്ടെങ്കിൽ അത് വളരെ വോളട്ടൈലിറ്റി ആണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ എപ്പോഴും അതുകൊണ്ടൊക്കെ പല കാരണങ്ങളാൽ ഇൻട്രാഡേ ചെയ്യുമ്പോൾ എപ്പോഴും നിഫ്റ്റി 50 സ്റ്റോക്സുകളുടെ ഉള്ളിൽ നിൽക്കുന്നതാണ് ബെറ്റർ. മെയിൻ കാരണം നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്, സ്പ്രെഡ് കുറവാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രേഡ് എടുക്കുക, അതിനുശേഷം സ്റ്റോപ്പ് ലോസ് വെക്കുക. അതിൽ എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് വെക്കുക, ടാർഗറ്റ് വെക്കുക, അതിൽ എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പൊ നമ്മൾ ഈ ഒരു ബേസിക് ലൈവ് ഇൻട്രാഡേ ലൈവ് സെക്ഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ആ ട്രേഡ് എക്സിക്യൂഷൻ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ആ എക്സിക്യൂഷൻ ചെയ്യുന്നതും സ്റ്റോപ്പ് ലോസ് വെക്കുന്നതും ടാർഗറ്റ് വെക്കുന്നതും കൃത്യമായിട്ട് ഫ്ലുവന്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇൻട്രാഡേ സ്ട്രാറ്റജി ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, പതുക്കെ ഒരു 2 ആഴ്ചയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ടുള്ള പ്രൈസ് ആക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള സ്ട്രാറ്റജികളിലേക്ക് കടക്കാം. അപ്പൊ എല്ലാവരും ട്രേഡ് എടുത്തോ? പേപ്പർ ട്രേഡ് ആയാലും കുഴപ്പമില്ല, റിയൽ ട്രേഡ് ആയാലും കുഴപ്പമില്ല, എല്ലാവരും ട്രേഡ് എടുത്തോ? സ്റ്റോപ്പ് ലോസും ടാർഗറ്റ് ഒക്കെ വെച്ചോ? സാർ, ഈ പേപ്പർ ട്രേഡ് നമുക്ക് സിസ്റ്റം വഴി പറ്റില്ല, മൊബൈൽ വഴി മാത്രമേ ഉള്ളൂ. ആപ്പ് മൊബൈൽ വഴി മാത്രമേ, അതായത് ഫ്രണ്ട് പേജ് എന്ന് പറയുന്ന ഒരു ആപ്പാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതാണ് വളരെ ഫ്ലുവന്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പൊ അത് മൊബൈൽ വെർഷൻ മാത്രമേ ഉള്ളൂ, വെബ് വെർഷൻ ഇല്ല. ഞാൻ കുറെ നോക്കിയത്. അതെ. അപ്പൊ നമ്മൾ സാധാരണ എല്ലാ ട്രേഡേഴ്സും ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതിപ്പോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇതിൽ ചെയ്യുന്നത്. സാധാരണ നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കമ്പ്യൂട്ടറിൽ ട്രേഡിംഗ് വ്യൂവിൽ ചാർട്ടൊക്കെ അനലൈസ് ചെയ്യും. ട്രേഡ് എടുക്കാൻ വേണ്ടി നമ്മൾ മൊബൈലിലെ ആപ്പാണ് യൂസ് ചെയ്യുക. കാരണം അതിൽ അധികം സ്പേസ് വേണ്ടല്ലോ, ജസ്റ്റ് നമുക്കൊരു ക്വാണ്ടിറ്റി അടിച്ചു കൊടുത്ത് സ്വൈപ്പ് ചെയ്യല്ലേ വേണ്ടു. അപ്പൊ അതിന് വേണ്ടി എല്ലാവരും മൊബൈൽ ആപ്സ് ആണ് യൂസ് ചെയ്യുക. സെറോദ ആണെങ്കിലും അപ്സ്റ്റോക്ക് ആണെങ്കിലും അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റോക്ക് ആണെങ്കിലും എല്ലാവരും മൊബൈൽ ആപ്പിലൂടെ തന്നെയാണ് ട്രേഡ് എടുക്കുക, മൊബൈലിൽ തന്നെയാണ് ട്രേഡ് എടുക്കുക. ഓക്കെ, പക്ഷെ നമുക്ക് കമ്പ്യൂട്ടറിൽ തന്നെ ഫുൾ ടൈം സ്കാൽപ്പിങ്ങിനൊക്കെ വേണ്ടി ഇരിക്കുന്ന ആൾക്കാർക്ക് കമ്പ്യൂട്ടറിൽ തന്നെ ഈ ഓൾട്ട് ടാബ് അടിച്ചിട്ട് ഇവിടെ നിന്ന് തന്നെ ട്രേഡ് എടുക്കുന്നത് ബെറ്റർ ആയിരിക്കും. കാരണം നമുക്ക് സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് ഒക്കെ കോപ്പി പേസ്റ്റ് ചെയ്യാനും ഈ സിമ്പിൾ ഒക്കെ കോപ്പി പേസ്റ്റ് ചെയ്യാനും മൾട്ടിപ്പിൾ ട്രേഡ്സ് ഒക്കെ എടുക്കുന്ന ആൾക്കാർക്ക് ഇതായിരിക്കും ബെറ്റർ. നമ്മൾ ഒരു ദിവസം ഒരു ട്രേഡ് വെച്ച് ചെയ്യണമെങ്കിൽ ഏതായാലും കണക്കാണ്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഇനി ഇതിന് സ്റ്റോപ്പ് ലോസ് വെക്കാം. എല്ലാവർക്കും ഓൾറെഡി അറിയാമെന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും അറിയാത്തവരുണ്ടോ സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് എങ്ങനെയാണ് വെക്കുക എന്നുള്ളത്? ഇത് സാർ വെക്കുന്നത് അതൊന്നുകൂടെ ഒന്ന് പറയാമോ, സ്റ്റോപ്പ് ലോസും ടാർഗറ്റും? ഓക്കെ, അപ്പൊ അതാണ് ഞാൻ പറഞ്ഞു തുടങ്ങിയത്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക, ഈ ഒരു എക്സ്പ്ലനേഷൻ കഴിഞ്ഞിട്ട് ചോദിക്കുക. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാണ് ഫസ്റ്റ് സ്റ്റോക്കിന്റെ ഹോം പേജ് അല്ലെ. അപ്പൊ നമ്മൾ ഓൾറെഡി ഒരു ട്രേഡ് എടുക്കുമ്പോൾ നമ്മൾ ഡാഷ്ബോർഡിലായിരിക്കും നിൽക്കണ്ടാവുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നമ്മൾ സെർച്ച് ചെയ്തതിന് ശേഷം ഇവിടുന്ന് ബൈ ബട്ടൺ അടിച്ചിട്ടാണല്ലോ വാങ്ങുന്നത്. അപ്പൊ നമ്മൾ ഓൾറെഡി സ്റ്റിൽ ഡാഷ്ബോർഡിലായിരിക്കും നിൽക്കണ്ടാവുക. അപ്പൊ അവിടെ നിന്ന് ഈ ടോപ്പിൽ കാണുന്ന പൊസിഷൻസിൽ പോയാലാണ് നമ്മൾ ഇപ്പൊ എടുത്ത ട്രേഡ് കാണാൻ പറ്റുക. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഓർഡേഴ്സിൽ പോയി കഴിഞ്ഞാൽ ആ ഓർഡർ കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞിട്ട് കാണാം. അതുപോലെ തന്നെ സൈമൾട്ടേനിയസ്ലി പൊസിഷൻസിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ എടുത്ത ട്രേഡ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതും കാണാം. അപ്പൊ നമ്മൾ ഈ പൊസിഷൻസിൽ കാണുന്നിടത്ത് ഏറ്റവും റൈറ്റ് സൈഡിൽ ഇവിടെ 3 ഡോട്ട് ഉണ്ടായിരിക്കും. അപ്പൊ ഈ ഓർഡേഴ്സിലും ഈ 3 ഡോട്ട് ഉണ്ടായിരിക്കും, തെറ്റരുത്. ഓർഡേഴ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റില്ല. അപ്പൊ പല ആൾക്കാരും ഇവിടെ പോയി തപ്പി നോക്കും, ഇവിടെ ഒന്നും കാണാൻ പറ്റില്ല. പൊസിഷൻസിലും 3 ഡോട്ട്സിൽ പോയി കഴിഞ്ഞാൽ എക്സിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് സ്റ്റോപ്പ് ലോസ് വെക്കുകയാണ്. അപ്പൊ ഞാനൊരു കാര്യം ചെയ്തോട്ടെ, ഞാനിപ്പോ ഇത് ഡെലിവറി ആയിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പൊ ജസ്റ്റ് ഒന്ന് എക്സിറ്റ് ചെയ്തിട്ട് നമ്മൾ എക്സിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വരയ്ക്കാൻ എക്സിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സെൽ ചെയ്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് ഒരു ഏഷ്യൻ പെയിന്റ് അല്ല, ഒരു ഇൻട്രാഡേ ആയിട്ടാണ് എടുക്കാം. ഏഷ്യൻ പെയിന്റ് ബൈ. അപ്പൊ എപ്പോഴും നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ ഇൻട്രാഡേ ക്ലിക്ക് ചെയ്യാൻ നോക്കാം. അത് മിക്ക ബ്രോക്കേഴ്സിലും വൺസ് ക്ലിക്ക് ചെയ്താൽ അത് മാറാറില്ല.
നമ്മൾ പിന്നെ സ്വിംഗ് ട്രേഡിംഗ് കൂടി ഇതിന്റെ ഇടയ്ക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണ് അത് എപ്പോഴും മാറിപ്പോകുന്നത്. അല്ലെ, ഇൻട്രാഡേ മാത്രം ചെയ്യണത് മാറാറില്ല. മാർക്കറ്റ് ഓർഡർ നമ്മൾ ബൈ ചെയ്തു. അപ്പൊ ഇവിടെ കംപ്ലീറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കണം. പെൻഡിങ് എന്ന് കണ്ടാൽ അതിന്റെ അർത്ഥം ആ മാർക്കറ്റ് ഓർഡർ അടിക്കാൻ നിങ്ങൾ മറന്നുപോയി. മനസ്സിലായോ? അപ്പൊ ഇതെല്ലാം ചെറിയ ചെറിയ ഡീറ്റെയിൽസ് ആണ്, നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഇൻഫോസിസ് നിങ്ങൾ ലിമിറ്റ് ഓർഡർ ആണ് ഇവിടെ കിടക്കണമെന്നുണ്ടെങ്കിൽ ബൈ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് കാണിക്കണം എന്നില്ല. അത് ആ വിലയിൽ ആവണം എന്നില്ല ഇപ്പൊ നിൽക്കണത്. ആ വിലയിൽ എത്തിയാലേ അത് കംപ്ലീറ്റഡ് ആവുള്ളൂ. അതായത് അതൊരു പെൻഡിങ് ഓർഡർ ആണ്. അപ്പൊ നിങ്ങൾക്ക് എവിടെയെങ്കിലും മിസ്റ്റേക്ക് പറ്റി കഴിഞ്ഞാൽ ഈ ബൈ അടിക്കുമ്പോൾ തന്നെ നിങ്ങൾ ആ സ്ക്രീൻ വായിക്കാൻ നോക്കുക. സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് കാണണം. അങ്ങനെ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് കണ്ടാൽ നേരെ പോകേണ്ടത് ഈ പൊസിഷൻസിലേക്കാണ്. അല്ലെ, ഓർഡേഴ്സിലേക്ക് പോയാൽ നമുക്കത് കംപ്ലീറ്റഡ് ആയിട്ട് ഇവിടെയും വായിക്കാം. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം എന്താണ് ഇൻട്രാഡേ അല്ലേ ബൈ തന്നെ അല്ലേ, നമുക്ക് തെറ്റിയിട്ടൊന്നും ഇല്ലല്ലോ. മെയിൻ ആയിട്ട് നമ്മൾ പോകേണ്ടത് പൊസിഷൻസിലാണ്. പൊസിഷൻസിൽ പോയി കഴിഞ്ഞാൽ ദയവായിട്ട് നിങ്ങൾ ഈ മൈക്രോഫോൺസ് ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്കുക. എന്തെങ്കിലും ഡൗട്ട് ചോദിക്കുന്ന സമയത്ത് മാത്രം അൺമ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ പൊസിഷൻസിൽ പോയാൽ ഇവിടെ 3 ഡോട്ട്സ് ഉണ്ട്. ഈ ഡോട്ടിൽ പോയാൽ നമുക്ക് എക്സിറ്റ് കാണാൻ പറ്റുള്ളൂ. എക്സിറ്റിൽ പോയി കഴിഞ്ഞാൽ ആദ്യം തന്നെ സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. ടാർഗറ്റ് വയ്ക്കാൻ കുറച്ച് വയ്യാലും കുഴപ്പമില്ല. ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ ഈസ് ദ ഫസ്റ്റ് പ്രയോറിറ്റി. അപ്പൊ നമ്മൾ സ്റ്റോപ്പ് ലോസ് എങ്ങനെയാണ് അളന്ന് നോക്കുക? ചാർട്ടിൽ വന്നിട്ട് ഇവിടെ അളക്കണം. അല്ലെ, അപ്പൊ നമുക്കറിയാം 15 മിനിറ്റിലാണ് നമുക്കത് കാണാൻ പറ്റുള്ളൂ. അല്ലെ, ഇപ്പൊ 15 മിനിറ്റിലേക്ക് പോയാൽ 15 മിനിറ്റിന്റെ ആദ്യത്തെ ക്യാൻഡിലിന്റെ ഓപ്പൺ പ്രൈസ്, ക്ലോസ് പ്രൈസ് അല്ല, തെറ്റരുത്, ഓപ്പൺ പ്രൈസ് ആണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ്. അല്ലെ, അപ്പൊ നമുക്കൊരു റെഡ് കളർ വരയ്ക്കാം അതിനുവേണ്ടി. ഇതാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ്. ആ സ്റ്റോപ്പ് ലോസിന്റെ നേരെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ സംഖ്യ കാണാം. എത്രയാണ്? 26.95.25. അല്ലെ, അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇത് ഇവിടെ നിന്ന് തന്നെ കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ കോപ്പി ചെയ്യാം, അന്നേരം അവിടെ പേസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ അത് ഓർത്ത് വെച്ചിട്ട് 26.95.25 26.95.25 അല്ലെ ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം സെല് ചെയ്യുന്നു. അപ്പൊ ഇവിടെ ആലോചിക്കേണ്ട മെയിൻ കാര്യം, ഇത് ഇൻട്രാഡേ തെറ്റില്ല, അത് ഇൻട്രാഡേ തന്നെ വന്ന് കിടക്കണ്ടാവും. കാരണം നമുക്ക് ഓൾറെഡി ഇൻട്രാഡേ എടുത്തത് അവിടെ നിന്നാണ് നമ്മൾ മോഡിഫൈ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നോക്കേണ്ട മെയിൻ കാര്യം SLM ഓർഡർ അല്ലേ എന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് സെല്ല് കൊടുക്കുക. സെല്ല് കൊടുക്കുമ്പോൾ ഇത് ഫെയിലിയർ ആയിട്ടുണ്ട്, ഇറ്റ്സ് നോട്ട് എ മൾട്ടിപ്പിൾ ടിക്ക് സൈസ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് 10 പൈസയുടെ ഇതിൽ മാത്രമേ നമുക്ക് ഇടാൻ പറ്റുള്ളൂ. അപ്പൊ 25 മാറ്റിയിട്ട് നമ്മൾ 20 ആക്കണം. റീട്രൈ കൊടുക്കുക. 25 മാറ്റിയിട്ട് നമ്മൾ മാനുവലി 20 ആക്കണം. അതായത് ഇതിനെ വിളിക്കുന്ന പേരാണ് ടിക്കർ ബഫർ എന്നൊക്കെ വിളിക്കും. അതായത് സാധാരണ ചെറിയ പൈസയുള്ള സ്റ്റോക്കുകളൊക്കെ ആണെങ്കിൽ ഓരോ പൈസയിലും നമുക്ക് ഇവിടെ അടിച്ചു കൊടുക്കാൻ പറ്റും. അതായത് ഫോർ എക്സാമ്പിൾ 111 രൂപ 11 പൈസ, 99 രൂപ 97 പൈസയൊക്കെ അടിച്ചു കൊടുക്കാൻ പറ്റും. പക്ഷെ വലിയ പ്രൈസുള്ള സ്റ്റോക്കുകൾ ഏകദേശം 2000-ലും മേലുള്ള സ്റ്റോക്കുകളിലൊക്കെ 21, 22 അടിക്കാൻ പറ്റില്ല. 0 ആയിരിക്കണം അവസാനം. അപ്പൊ അത് നിങ്ങള് അഥവാ മിസ്റ്റേക്ക് പറ്റിയാലും അവരത് ആ മിസ്റ്റേക്ക് എന്താണെന്നുള്ളത് പറഞ്ഞു തരും. അത് വായിച്ചു നോക്കുമ്പോൾ നമുക്കൊരു ക്ലൂ കിട്ടും. അതായത് 0 ആയിരിക്കണം അവസാനം. അപ്പൊ തൊട്ടടുത്തുള്ള 0 റൗണ്ട് നമ്പർ ആയിട്ട് കൊടുത്താലേ ഇത് എക്സിക്യൂട്ട് ആവുള്ളൂ. അപ്പൊ ഓർഡർ ഈസ് പെൻഡിങ് എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കേണ്ടത്. ഇവിടെ നേരെ മറിച്ച് കംപ്ലീറ്റഡ് കാണിക്കുകയാണെങ്കിൽ മിസ്റ്റേക്ക് ആണ്. മനസ്സിലായോ? അപ്പൊ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുമ്പോൾ അത് കംപ്ലീറ്റഡ് കാണിച്ചാൽ സക്സസ് എന്നല്ല അർത്ഥം. അതിന്റെ അർത്ഥം എന്താ? നമ്മൾ ചെയ്തൊരു മിസ്റ്റേക്ക് ആണ്, നമ്മൾ വില കൃത്യമായിട്ട് കൊടുത്തിട്ടില്ല. അവിടെ അവര് നമുക്ക് കാണിച്ചു തന്നിരുന്ന വിലയിൽ തന്നെയാണ് നമ്മൾ SLM വെച്ചിട്ട് എക്സിറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് അപ്പൊ തന്നെ അത് എക്സിക്യൂട്ട് ആയത്. സ്റ്റോപ്പ് ലോസ് ഒരിക്കലും അപ്പൊ തന്നെ എക്സിക്യൂട്ട് ആവാൻ പാടില്ലല്ലോ. അപ്പൊ ഓർഡർ സ്പെൻഡിങ് എന്ന് പറഞ്ഞ് കാണിച്ചാൽ അതൊരു ഗുഡ് സിഗ്നൽ ആണ്, നിങ്ങൾ ചെയ്ത ആക്ടിവിറ്റി കറക്റ്റ് ആണ്. ഇനി നമുക്ക് ഡൺ കൊടുത്തു കഴിഞ്ഞാൽ ഇതൊന്ന് ചെക്ക് ചെയ്യണം. എപ്പോഴും സ്റ്റോപ്പ് ലോസും ടാർജറ്റും വെച്ച് കഴിഞ്ഞതിന് ശേഷം അതൊന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ നമുക്ക് രണ്ടും കൂടി കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്താൽ മതി. എങ്ങനെയാണ് ചെക്ക് ചെയ്യുക? ഓർഡേഴ്സിൽ പോയിട്ട് ഇവിടെ നോക്കുക, ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ്, അതായത് ഇപ്പോഴത്തെ വില അല്ലെ, അതിന് താഴെയാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്നുള്ളത് ഇവിടെ ചെക്ക് ചെയ്യുക. കറക്റ്റ് അല്ലേ? 26.95.20 ഇതിന് താഴെ ആയിരിക്കണം. ഓക്കെ, പിന്നെ ഇത് ഓപ്പൺ ഓർഡേഴ്സിലാണ് കാണിക്കേണ്ടത്, എക്സിക്യൂട്ടീവ് ഓർഡേഴ്സിലല്ല. അതായത് അവിടെ പെൻഡിങ് ആയിട്ട് കിടക്കാണ്. ചെക്ക് ചെയ്യാം. വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? ടാർജറ്റ് വെക്കാം. ടാർജറ്റ് വെക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും ഈ പൊസിഷൻസ് ടാബിൽ പോയിട്ട് 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് എക്സിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ ടാർജറ്റ് എത്രയാണെന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കാം? ട്രേഡിംഗ് വ്യൂവിൽ പോയിട്ട് നമ്മൾ അളന്ന് നോക്കണം. അപ്പൊ അതിന് മുമ്പ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് കിട്ടിയേക്കണ പ്രൈസ് എത്രയാണെന്ന് അറിയണം അല്ലെ? അപ്പൊ അതിന് മുമ്പ് കിട്ടിയേക്കണ പ്രൈസ് എത്രയാണെന്ന് നോക്കി വെക്കണം. അത് എവിടെ കാണാൻ പറ്റും? നമ്മുടെ പൊസിഷൻസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എത്ര രൂപയ്ക്ക് കിട്ടിയേക്കണം എന്നുള്ളത് ഇവിടെ കാണാം. എത്രയാണ്? 27.10. അത് അങ്ങനെ തന്നെ ഇവിടെ അടിച്ചു കൊടുക്കണം. 27.24.10 ഈ വിലക്കാണ് കിട്ടിയേക്കുന്നത്. അപ്പൊ നമ്മൾ വരച്ചിട്ട വിലക്കായിരിക്കണം എന്നില്ല നമുക്ക് കിട്ടിയിട്ടുണ്ടാവാം.
അല്ലെ? നമ്മളവിടെ കാണുന്ന വിലക്കായിരിക്കില്ല കിട്ടിയിട്ടുണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് മാറിയേക്കാം. അതിന്റെ 1:1 റേഷ്യോ, അതായത് ഇവിടെ വരെ നടുക്ക് ഇവിടെ 1 കാണണം, അല്ലെങ്കിൽ ഇവിടെ സ്റ്റോപ്പ് ലോസിലേക്കുള്ള ദൂരം 29 രൂപ 5 പൈസയാണെങ്കിൽ അതേ 29 രൂപ 5 പൈസ ഏകദേശം. അത് കുറച്ച് അങ്ങോട്ട് മാറിയാലും കുഴപ്പമൊന്നുമില്ല. 29 രൂപ 5 പൈസ. അപ്പൊ ഇതൊന്ന് സൂം ചെയ്തിട്ട് നിങ്ങൾ അളന്ന് നോക്കുക. 29 രൂപ 5 പൈസ അല്ലെ? അപ്പൊ ഇവിടെ എത്രയാണ് കാണിക്കുന്നത്? 27.53.15. അപ്പൊ നമ്മൾ പറഞ്ഞു 10 പൈസയാണ് ബഫർ. അപ്പൊ 27.53.10 തന്നെ അടിച്ചാൽ അത് ആക്റ്റീവ് ആവുള്ളൂ. അത് 17 16 ഒക്കെ ആണെങ്കിൽ തെറ്റും അല്ലെ? അപ്പൊ 27.53.10. ആ 0.10 കളഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, വലിയ മാറ്റമൊന്നും വരാനില്ല. 27.53 ഓർത്ത് വെക്കുക. ഇങ്ങോട്ട് വന്നിട്ട് എക്സിറ്റില് 27.53 അടിക്കുക. 27.53. ഓക്കെ. അപ്പൊ അത് ഇവിടെ ഡീഫോൾട്ട് ആയിട്ട് വരുമ്പോൾ മാർക്കറ്റ് ഓർഡർ ആയിരിക്കും കിടക്കണ്ടാവുക, അല്ലെങ്കിൽ നമ്മൾ മുന്നിട്ട് ഓർഡർ ആയിരിക്കും കിടക്കണ്ടാവുക. അപ്പോ നമുക്ക് ടാർഗറ്റ് വെക്കാൻ ഏത് ഓർഡർ ആണെങ്കിലും യൂസ് ചെയ്യാം. SLM ആണോ, SL ആണോ, മാർക്കറ്റ് ആണോ, ആണോ? ലിമിറ്റ് ഓർഡർ. ലിമിറ്റ്. order. ഇന്നത്തെ ക്ലാസ്സുകളിൽ മുടങ്ങാതെ അറ്റൻഡ് ചെയ്യുന്നവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. എന്തുകൊണ്ടാണെന്നുള്ളതൊക്കെ നമ്മൾ വളരെയധികം വിശദീകരിച്ചാണ് അല്ലെ? അപ്പൊ 27-20 പോയിന്റ്. അപ്പൊ ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ ഇത് മാറും കണ്ട. 27.53 അപ്പൊ ഇവിടെ തൊട്ടാ മാറും ഈ സാധനം. 53 രൂപ 10 പൈസ, അല്ലെങ്കിൽ 10 അടിച്ചോളണമെന്നില്ല. ലിമിറ്റ് അല്ലേന്ന് നോക്കാം, ഇൻട്രാഡേ അല്ലേന്ന് നോക്കാം, സെല് ചെയ്യാം. അപ്പോഴും സ്റ്റിൽ പെൻഡിങ് കാണിക്കണം. കംപ്ലീറ്റഡ് കാണിച്ചതിന്റെ അർത്ഥം നമുക്ക് മിസ്റ്റേക്ക് പറ്റി അല്ലെ? അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവിടെയൊക്കെ ടച്ച് ചെയ്യുന്നതിനനുസരിച്ച് വീണ്ടും ആ വില റീസെറ്റ് ആവും. അപ്പൊ നമ്മുടെ ഈ വില തന്നെ ആയാൽ മാത്രമേ അത് പെൻഡിങ് എടുക്കുള്ളൂ. പെൻഡിങ് കിടന്നു കഴിഞ്ഞാൽ ഡൺ കൊടുക്കാം. ഓർഡേഴ്സിൽ പോയിട്ട് സ്റ്റോപ്പ് ലോസും ടാർഗറ്റും വെച്ചതിന് ശേഷം ചെക്ക് ചെയ്താലും മതി. ഓരോ പ്രാവശ്യം ചെക്ക് ചെയ്യുന്നില്ല. നമ്മൾ ഓപ്പൺ ഓർഡേഴ്സിൽ പോയിട്ട് നമ്മൾ നോക്കേണ്ടത്, നമ്മൾ ആദ്യം കൊടുത്തത് സ്റ്റോപ്പ് ലോസ് ആയിരിക്കുമല്ലോ. ആദ്യം സ്റ്റോപ്പ് ലോസ് കൊടുക്കാന്നുള്ളതല്ലേ റൂള്. അപ്പൊ ആദ്യം കൊടുത്ത വില നിലവിലുള്ള വിലയേക്കാളും, ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ് ആണ് നിലവിലുള്ള വില, നിലവിലുള്ള വിലയേക്കാളും താഴെയല്ലേന്നു. രണ്ടാമത് കൊടുത്ത വില നിലവിലുള്ള പ്രൈസിനേക്കാളും മേലെയല്ലേന്നൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. ഓക്കെ. അപ്പൊ അവിടെയാണ് നിങ്ങളുടെ ഈ ഒരു എക്സിക്യൂഷൻ പ്രോപ്പർ ആയിട്ട് തീരുന്നത്. സർവേ ഡൗട്ടാണ്. അതില് നമുക്ക് ടാർഗറ്റ് ഫിക്സ് ചെയ്ത സമയത്ത് ഒരു 29.5 അങ്ങനെ ഒരു ഇത് പറഞ്ഞില്ല. അത് ആക്ച്വലി 29.05 ആണ് നമ്മുടെ ട്രേഡിംഗ് വ്യൂവിൽ നമ്മൾ അനക്കുമ്പോൾ കാണിക്കുന്നത്. ആ 0.5 കൊടുത്താൽ അത് ആക്സെപ്റ്റ് ആവില്ല. അപ്പൊ അതിന് വിളിക്കുന്ന പേരാണ് ടിക്കർ സൈസ്. അതായത് ഓരോ സ്റ്റോക്കിന്റെ പ്രൈസിനും ഒരു മിനിമം ടിക്കർ സൈസ് ഉണ്ട്. നമ്മളവിടെ റേഷ്യോ കൊടുക്കുന്നത് 1:1 ആ റേഷ്യോയിലല്ലേ ടാർഗറ്റ് ഫിക്സ് ചെയ്യുന്നത്? അതെ. അപ്പൊ വലിയ സംഖ്യകളിൽ ഓരോ 10 പൈസയ്ക്ക് ആയിരിക്കും ടിക്കർ സൈസ്. കുറച്ചും കൂടി വലിയ സ്റ്റോക്കുകൾ, ബോഷ് MRF ഒക്കെ പോലെ സ്റ്റോക്കുകളാണെങ്കിൽ ചിലപ്പോൾ 1 രൂപയായിരിക്കും ടിക്കർ സൈസ്. അപ്പൊ അത് തെറ്റി കൊടുത്താൽ അവിടെ 50 പൈസ 0.50 പൈസ കൊടുത്താൽ അവർ പറയും അങ്ങനെ ഒരു പൈസ അടിക്കാൻ പറ്റില്ല എന്ന് പറയും. അതായത് എക്സ്ചേഞ്ച് കാലഘട്ടങ്ങളായിട്ട് വർക്ക് ചെയ്യണത് അങ്ങനെയാണ്. അപ്പൊ അത് സോഫ്റ്റ്വെയർ ഇഷ്യൂസ് വരുത്തും. അതായത് ആ 10 പൈസ അവർക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ 0.0 തന്നെയായിട്ട് കൊടുക്കണം. ഇവിടുത്തെ ഈ ഒരു സ്റ്റോക്കിന്റെ പ്രൈസിനെ സംബന്ധിച്ചിടത്തോളം 10 പൈസയാണ് ബഫർ. അത് നമുക്കൊരു ഊഹമാണ്. അതായത് ആ ബഫർ നമ്മൾ കാണാപ്പടം പഠിക്കേണ്ട കാര്യമില്ല, അവരത് പറയും. ചെറിയ സ്റ്റോക്കുകളൊക്കെ ആണെങ്കിൽ ഓരോ പൈസയിൽ നമുക്ക് കൊടുക്കാം. 101 രൂപ 22 പൈസ അങ്ങനെയൊക്കെ കൊടുക്കാം. വലിയ സ്റ്റോക്കുകളാണെങ്കിൽ 5 പൈസ ആയിരിക്കും, 500 രൂപ 55 പൈസ ആയിരിക്കും. 1000-നടുത്ത് നിൽക്കുന്ന സ്റ്റോക്കുകൾ തുടങ്ങി പിന്നെ അവിടെ നിന്ന് 10 പൈസ ആയിരിക്കും. അതിൽ വലിയ സ്റ്റോക്കുകളിൽ ചിലപ്പോൾ 50 പൈസ 1 രൂപയൊക്കെ ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ അത് തെറ്റി കൊടുത്താൽ അവിടെ തന്നെ കാണിക്കും. അതായത് ഓരോ 0.10 ആണ് ഇതിന്റെ ടിക്കർ സൈസ്. അത് കൊടുത്താലേ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് കാണിക്കും. അപ്പൊ നമ്മളത് 0.05 ആണെങ്കിൽ അത് മാറ്റി 0.10 ആക്കിയാൽ മതി. 5 പൈസയാണെങ്കിൽ അത് മാറ്റി 10 പൈസ ആക്കിയാൽ മതി. അപ്പൊ ക്ലിയർ അല്ലേ? എല്ലാവരും ഓൾറെഡി ട്രേഡ് എടുത്തു എങ്കിൽ, എല്ലാവരും ഓൾറെഡി ട്രേഡ് എടുത്തതിന് ശേഷം ഒരു തംസപ്പ് അടിക്കുകയാണെങ്കിൽ നമുക്ക് പുതിയൊരു കാര്യം വേണമെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. സർ അതിലേ ഒരു ഡൗട്ട്, നമ്മൾ ഈ ട്രേഡിംഗ് വ്യൂവില് സെറ്റ് ചെയ്യുന്നതൊന്നും ഒന്നുകൂടെ ഒന്ന് പറഞ്ഞുതരുമോ? പറഞ്ഞുതരാം. അതിനു മുമ്പ് എല്ലാവരും തംസപ്പ് അടിക്കി. ട്രേഡ് എടുത്തു, സ്റ്റോപ്പ് ലോസ് വെച്ചു, ടാർഗറ്റ് അടിച്ചു, ടാർഗറ്റ് വെച്ചു എന്നുള്ളത് തംസപ്പ് അടിക്കി. നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യം ഫിനിഷ് ചെയ്തല്ല. ഈ ബേസ് കാര്യം കഴിയാതെ പുതിയ കാര്യം പഠിക്കുന്നതിൽ അർത്ഥമില്ല അല്ലെ? ഓക്കെ. അപ്പൊ എല്ലാവരും എടുത്തോ? സ്റ്റോപ്പ് ലോസും ടാർഗറ്റ് ഒക്കെ വെച്ചു അല്ലെ? ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇപ്പൊ നമ്മൾ ഈ എക്സിക്യൂഷൻ പാർട്ട് തറല്ലേ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കൈവക്കാവോ? പറഞ്ഞോ വിഷ്ണു, എന്താണ് ചോദിച്ചോ?
എക്സിക്യൂഷൻ പാർട്ടിൽ എവിടെയാണ് ഡൗട്ട്? ഹലോ, പറഞ്ഞോ വിഷ്ണു, പറഞ്ഞോ. ട്രേഡിംഗ് വ്യൂവില് നമ്മൾ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുന്നില്ലേ, അതൊന്നുകൂടെ ഒന്ന് പറഞ്ഞു തന്നെ. ഓക്കെ നമുക്ക് കാണാം. അപ്പോൾ ട്രേഡിംഗ് വ്യൂവിൽ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുന്നത് നമ്മൾ ആദ്യത്തെ 15 മിനിറ്റിന്റെ ക്യാൻഡിൽ അല്ലെ, ആദ്യത്തെ 15 മിനിറ്റിന്റെ ക്യാൻഡിൽ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സ്ട്രാറ്റജി. അപ്പൊ അതിന്റെ ഓപ്പൺ പ്രൈസ് ആണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പൊ 15 മിനിറ്റിന്റെ ഓപ്പൺ പ്രൈസ് നമ്മളൊരു റെഡ് ലൈനിൽ വരച്ചു വെക്കും. ആ റെഡ് ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു ഹൊറിസോണ്ടൽ ലൈൻ എടുക്കാം. ഓക്കെ, അതിന്റെ കളർ നിങ്ങൾക്ക് ഇതുമോ ക്ലിക്ക് ചെയ്താൽ ഇവിടെ മാറ്റാം. അപ്പൊ അതിനൊരു ഷോർട്ട് കട്ടാണ് Alt+H. അപ്പൊ എപ്പോഴും അവിടെ പോയി എടുക്കണ്ട, ഇവിടെ മൗസ് കൊണ്ടുവയ്ക്കുക, Alt+H അടിക്കുക. ഇതാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആവാൻ പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ക്യാൻഡിലിന്റെ ക്ലോസിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഗ്രീൻ ക്യാൻഡിലിന്റെ ഓപ്പൺ താഴെയാണ്, ക്ലോസിംഗ് മേലെയാണ്. ഈ ബോക്സിന്റെ താഴെയാണ് ഓപ്പൺ, ക്ലോസിംഗ് മേലെയാണ് അല്ലെ. ക്ലോസിംഗ് പ്രൈസ് ഒരു ബ്ലൂ കളറിൽ മാർക്ക് ചെയ്യുക. ഇത് 15 മിനിറ്റ് മാർക്ക് ചെയ്തൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്, ഞാൻ ഒന്നുകൂടെ റിവൈസ് ചെയ്യുന്നുള്ളൂ. ഇത് മാർക്ക് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ 3 മിനിറ്റ്സിലേക്ക് വരേണ്ടത്. അപ്പൊ ഇതിന് മേലെ ഒരു 3 മിനിറ്റിന്റെ ക്യാൻഡിൽ ക്ലോസ് ആവുമ്പോൾ ബൈ ചെയ്യാന്നുള്ളതാണ് നമ്മുടെ സ്ട്രാറ്റജി. അതായത് ഇവിടെയാണ് നമ്മൾ ബൈ ചെയ്യേണ്ടത്. പക്ഷെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എവിടെയാണ്? ആ 15 മിനിറ്റിന്റെ ക്യാൻഡലിന്റെ ഓപ്പണിലാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഇത് മാർക്ക് ചെയ്യാതെ വന്നാൽ ഇതിലെ ഏതാണ് 15 മിനിറ്റിന്റെ ഓപ്പൺ ക്ലോസ് എന്നൊക്കെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അത് ഊഹിച്ച് കണ്ടുപിടിക്കാം. ഇതൊരു ബേസിക് വേ, തെറ്റാതിരിക്കാനുള്ള വേ. നമ്മൾ ആദ്യത്തെ 5 ക്യാൻഡിൽ നോക്കിയാൽ മതി. ഒന്നാമത്തെ ക്യാൻഡലിന്റെ ഓപ്പണും 5ാമത്തെ ക്യാൻഡലിന്റെ ക്ലോസും നോക്കിയാൽ 15 മിനിറ്റിന്റെ ഓപ്പണും ക്ലോസും നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷെ വളരെ ബിഗിനേഴ്സ് വേ എന്ന് പറയുന്നത് ഇതാണ്. ഇത് രണ്ടും മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയാണ് സ്റ്റോപ്പ് ലോസ്. അപ്പൊ ഈ വാല്യൂ നമ്മൾ നോക്കി വെക്കുക. അപ്പൊ വൺസ് നമ്മൾ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ആദ്യം തന്നെ എത്ര രൂപയ്ക്കാണ് നമുക്ക് കിട്ടിയെന്നുള്ളത് നമ്മുടെ ഫസ്റ്റ് സ്റ്റോക്കിൽ നോക്കിയിട്ട് ഇവിടെ അത് രേഖപ്പെടുത്താം. ഫോർ എക്സാമ്പിൾ ഈ 27 രൂപ 20 പൈസ 27.20.50 ആണെങ്കിൽ 50 കറക്റ്റ് ഇവിടെ രേഖപ്പെടുത്താം. ചിലപ്പോ കുറച്ച് കൂടിയിട്ടായിരിക്കും നമുക്ക് കിട്ടിയേക്കണേ അല്ലെ, 21 രൂപ 30 പൈസക്കൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടിയേക്കണേ. അപ്പൊ അതിവിടെ ആദ്യം മാർക്ക് ചെയ്യാം. അത് മാർക്ക് ചെയ്യണമെങ്കിൽ ഈ ഒരു ലോങ് പൊസിഷൻ ടൂളുമ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് എൻട്രി പ്രൈസിൽ മാർക്ക് ചെയ്യാം. അപ്പൊ ആക്യുറേറ്റ് ആയി. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സ്റ്റോപ്പ് ലോസ് പതുക്കെ ഡ്രാഗ് ചെയ്തിട്ട് നമ്മൾ ആ റെഡ് ലൈനിൽ കൊണ്ടുവയ്ക്കുക. ഇനി നമുക്ക് ഈ ലൈൻസിന്റെ ആവശ്യമില്ല, വേണമെങ്കിൽ ഈ ലൈൻസ് ഡെലിറ്റ് ചെയ്യാം. നമുക്കിപ്പോ എൻട്രി എവിടെയാണെന്ന് മനസ്സിലായി, സ്റ്റോപ്പ് ലോസ് എവിടെയാണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് ആ സ്റ്റോപ്പ് ലോസിലേക്കുള്ള ദൂരം, എൻട്രിയിൽ നിന്ന് സ്റ്റോപ്പ് ലോസിലേക്കുള്ള ദൂരം, അതേ ദൂരം തന്നെ മുകളിലേക്ക് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ നമ്മൾ ഒന്നില്ലെങ്കിൽ നമുക്ക് ഇവിടെ 26 രൂപ 60 പൈസയാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസിലേക്കുള്ള ദൂരം, അതേ രൂപ തന്നെ ഇവിടെ നോക്കി മാച്ച് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് റിസ്ക് റിവാർഡ് 1 ആയാലും മതി. അത് കൃത്യം 1 കിട്ടണമെന്നില്ല, 1.01 02 ആയാലും വലിയ കുഴപ്പമില്ല. കാരണം നമ്മൾ മൗസ് ഇങ്ങനെ മൊബൈലിലൊക്കെ ചെയ്യുമ്പോൾ അത് 1 പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെ. അപ്പൊ ഇങ്ങനെയൊക്കെ ആയിരിക്കും നിൽക്കുക. അത് ഇറ്റ്സ് ഓക്കെ, ഒട്ടും കുറയ്ക്കണ്ട, പോയിന്റ് ഒന്നും ആക്കണ്ട. 1.02 അല്ലെങ്കിൽ 04 ഒന്നും കുഴപ്പമില്ല. കുറച്ച് അധികം ടാർഗറ്റ് എടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ മാക്സിമം അത് 1:1 കൺട്രോൾ ചെയ്യാൻ നോക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ഇവിടെ നോക്കിയിട്ട് മൊബൈലിൽ അടിക്കുക. അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിലാണെങ്കിൽ Alt ടാബ് യൂസ് ചെയ്യാം. Alt ടാബ് യൂസ് ചെയ്താലുള്ള ഗുണം നമുക്ക് പെട്ടെന്ന് സ്വിച്ച് ചെയ്യാം. കണ്ടോ, ഇപ്പൊ ഇവിടുന്ന് ഇവിടേക്ക് സ്വിച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് Alt+ ടാബ് ഷോർട്ട് കട്ടാണ് ലാപ്ടോപ്പിലാണെങ്കിൽ. നമുക്ക് എപ്പോഴും നമ്മൾ മൊബൈലിൽ എടുക്കുന്നതാണ് നല്ലതെന്ന് പറയാൻ കാരണം ഇവിടെ നോക്കിയിട്ട് നമുക്ക് മൊബൈലിൽ അടിക്കാനല്ല ഈസി. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോ നമ്മുടെ സ്ട്രാറ്റജി അല്ലെങ്കിൽ എക്സിക്യൂഷൻ, ഈ 2 കാര്യമാണ് നമ്മുടെ ഓപ്ഷൻ ബേസിക് ലൈവിൽ ആദ്യത്തെ 6 ക്ലാസ്സിൽ പഠിപ്പിക്കാൻ പറഞ്ഞേക്കണേ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ നിങ്ങൾ തറായിട്ട് ഇനി ടൈം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഓക്കെ, അപ്പൊ ഈ എക്സിക്യൂഷനും സ്ട്രാറ്റജിയും പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലായെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത 1-2 കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഇതിൽ ഉപകാരപ്പെട്ടാവുന്ന ഈ സ്ട്രാറ്റജി കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ പറ്റുന്ന കുറച്ച് പൊടിക്കൈകൾ ചർച്ച ചെയ്യാം. ഓക്കെ അല്ലേ? എല്ലാവരും ട്രേഡ് എടുത്തോ? നമ്മളെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഇത് പഠിക്കുന്നത് മാത്രമല്ല, ഇത് പ്രാക്ടിക്കലി ചെയ്യിക്കുക എന്നുള്ളൊരു കാര്യമാണ്. നിങ്ങളത് ചെയ്യുക, അതിലൂടെ മാത്രമേ നമുക്കൊരു ട്രേഡർ ആവാൻ പറ്റുള്ളൂ അല്ലേ. ഇപ്പൊ നമ്മള് നീന്തലിന്റെ കാര്യം പറഞ്ഞ പോലെ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാണ്ട് ഒരിക്കലും തിയറി പഠിച്ചിട്ട് എല്ലാ തിയറിയും പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാനുള്ളൂ എന്ന് പറയരുത്. പഠിച്ചത് വെച്ചിട്ട് ഇറങ്ങുക, ആദ്യം തന്നെ ഒന്ന് നീന്ത, ബാലൻസ് കിട്ടുന്നവരെ നീന്ത. അത് കഴിഞ്ഞിട്ട് പിന്നെ പുതിയ കൈവിരലുകളും മുദ്രകളും സ്റ്റെപ്പുകളും പഠിക്കാമല്ലോ.
ഓക്കെ അല്ലേ? അപ്പൊ എല്ലാവർക്കും കറക്റ്റ് ആയിട്ട് കൺഫേം ആയില്ലേ? ഇനി ഇതിലൊരു കംപ്ലൈന്റ് ഇല്ലല്ലോ? എക്സിക്യൂഷനും സ്ട്രാറ്റജിയും പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഞാനിത് എടുത്തെടുത്ത് ചോദിക്കാൻ കാരണം ഞാൻ അറിയുന്നുണ്ട്, അതായത് ഒരു ദിവസം അറ്റൻഡ് ചെയ്ത് ഒരാവണമെന്നില്ല പിറ്റേ ദിവസം അറ്റൻഡ് ചെയ്യുന്നത്. ചില ആൾക്കാർ പുതിയതുണ്ടാവും അല്ലെ? പല ആൾക്കാർക്കും പ്രോപ്പർ ആയിട്ട് റിവിഷൻ കിട്ടിയിട്ടുണ്ടാവണമെന്നില്ല. അതുകൊണ്ടാണ് നമ്മളിത് വീണ്ടും അടിത്തറയിട്ട് ചോദിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് അടുത്തൊരു സെക്ഷനിലേക്ക് പോയാലോ? ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന ഈ നിഫ്റ്റിനെ ബേസ് ചെയ്ത് ട്രേഡ് എടുത്താൽ ഇത് കുറച്ചും കൂടി ബെറ്റർ ആക്കാം, ഈ ഒരു സ്ട്രാറ്റജി കുറച്ചും കൂടി ബെറ്റർ ആക്കാം എന്ന് പറഞ്ഞില്ല. അപ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്ട്രാറ്റജികളിലേക്ക് പോണേക്കാൾ മുമ്പ് നമ്മൾ അറിയേണ്ടത് നമ്മുടെ നിലവിലുള്ള സ്ട്രാറ്റജി എങ്ങനെ ബെറ്റർ ആക്കി എടുക്കാം എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ അണ്ടർലൈൻ പെർസ്പെക്റ്റീവ്സ് അറിഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ നമുക്ക് അഡ്വാൻസ് സ്ട്രാറ്റജികളിൽ യൂസ് ചെയ്യാം. അപ്പൊ ഏതൊരു ഇൻട്രാഡേ സ്ട്രാറ്റജിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് പൊടിക്കൈകളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിൽ മെയിൻ ആയിട്ടുള്ള കാര്യം നമ്മൾ നിഫ്റ്റി നോക്കിയിട്ട് ട്രേഡ് എടുത്താൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. അപ്പൊ ഈ സ്ട്രാറ്റജിയിൽ ഉൾപ്പെട്ട കാര്യമല്ല. ഈ സ്ട്രാറ്റജി നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ അതിൻ്റെതായ തരത്തിൽ ചെയ്തു വെക്കും. ഇനി നിങ്ങൾക്ക് കോംപ്ലക്സിറ്റി തോന്നണമെങ്കിൽ, നിങ്ങൾക്കും ഈ ഒരു ലോജിക്ക് കണക്ട് ആവണമെങ്കിൽ നിങ്ങൾക്ക് ഈ 50 സ്റ്റോക്ക് ഫിൽട്ടർ ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം കൂടി കൺസിഡർ ചെയ്യാം, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചില കാര്യങ്ങൾ നോക്കാറുണ്ട്. അപ്പൊ നിഫ്റ്റിനെ പ്രഡിക്റ്റ് ചെയ്യുക എന്നുള്ളത് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അല്ലെ? കുറച്ച് ടഫ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ? പല പ്രീ മാർക്കറ്റ് വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പ്രീ മാർക്കറ്റ് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് നിഫ്റ്റി അങ്ങനെയായിരിക്കും, ഇങ്ങനെയായിരിക്കും, ഇന്ന കാരണങ്ങളിൽ ഇങ്ങനെ പോകാൻ സാധ്യതയുണ്ട്, അതുപോലുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾ കാണാറുണ്ടോ? യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലോ കാണാറുണ്ടോ? ആരെങ്കിലും കാണാറുണ്ടോ? ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ കാണാറില്ല. കാര്യങ്ങളാണ് അവര് ചർച്ച ചെയ്യാറ്, കോമൺ ആയിട്ട് എല്ലാ ദിവസവും പറയണ, റിപ്പീറ്റ് ചെയ്യണ കാര്യങ്ങൾ. അവര് ഗ്ലോബൽ മാർക്കറ്റ്സ് എങ്ങനെയാണെന്നുള്ളത്, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, പിന്നെ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽസ് ചിലപ്പം പറയാറുണ്ട്. ഓക്കെ, പിന്നെ ചിലപ്പോൾ ചില സെക്ടേഴ്സ്, ഇപ്പൊ നമ്മുടെ റിസൾട്ട്സ് അങ്ങനെ എന്തെങ്കിലും എക്സ്പെക്റ്റഡ് ആണെങ്കിൽ ഇന്ന് അങ്ങനെ മെയിൻ ഇവന്റ്സ്, ഇപ്പം RBI യുടെ പോളിസിയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, അങ്ങനെയാണ് ജനറൽ ആയിട്ട് ഞാൻ നോക്കാറ്. പക്ഷേ ഓക്കെ അപ്പൊ അതിനു മുമ്പ് ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നു. എന്താണ്, ആരൊന്ന് ടെക്സ്റ്റിൽ ചോദിച്ചിരുന്നല്ലോ, സ്റ്റോപ്പ് ലോസ് ക്യാൻസൽ ചെയ്യുന്നത് അല്ലെ? സ്റ്റോപ്പ് ലോസ് ക്യാൻസൽ ചെയ്യുന്നത് കൂടി ഒന്ന് കണ്ടിട്ട് ഇതിലേക്ക് വരാം. അപ്പൊ നമുക്ക് ഈ സ്റ്റോപ്പ് ലോസും ടാർജറ്റും വെച്ച് കഴിഞ്ഞാല് ഏഷ്യൻ പെയിന്റ്സിലല്ലേ എടുത്തത്? നിഫ്റ്റി ഏഷ്യൻ പെയിന്റ്സ്. ഓക്കെ, അപ്പൊ നമ്മൾ സ്റ്റോപ്പ് ലോസും ടാർജറ്റും വെച്ച് കഴിഞ്ഞാല് ഒന്നുകൂടി കടുപ്പിച്ചിടാം അല്ലെ? സ്റ്റോപ്പ് ലോസും ടാർജറ്റും വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ടാർജറ്റ് ആദ്യം അടിച്ചു എന്നിരിക്കട്ടെ. അപ്പോ നമ്മൾ സ്റ്റോപ്പ് ലോസ് മാനുവലായിട്ട് ക്യാൻസൽ ചെയ്യണം. അപ്പൊ അത് എങ്ങനെയാണെന്നുള്ളത് കൂടി ഞാൻ പറയാം. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ടാർജറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്കതിൽ പ്രോഫിറ്റ് കിട്ടും, ശരിയാണ്. അത് തന്നെ നമ്മൾ ടാർജറ്റ് വെച്ചുകൊണ്ട് തന്നെ ആ ഒരു കച്ചവടം അവിടെ തീർന്നു. പക്ഷെ പിന്നീട് മാർക്കറ്റ് തിരിച്ച് താഴേക്ക് വന്ന് ഈ സ്റ്റോപ്പ് ലോസിന്റെ അവിടേക്ക് എത്തിയാൽ, ആ സ്റ്റോപ്പ് ലോസ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? താഴെയുള്ളൊരു പ്രൈസ് കൊടുത്തിട്ട് അവിടെ കിട്ടിക്കഴിഞ്ഞാൽ വാങ്ങാനല്ലേ? അപ്പൊ അൺഫോർച്ചുനേറ്റ്ലി ഇന്ത്യൻ മാർക്കറ്റിന്റെ സിസ്റ്റം വെച്ചിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് ടാർജറ്റ് ഹിറ്റ് ആയി കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് നമ്മൾ മാനുവലി ക്യാൻസൽ ചെയ്യണം. അതൊരു ഓർഡറാണ്, അതൊരു സെല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓർഡറാണ്. അതില്ലെങ്കിൽ അവിടെ പോയിട്ട് തന്നെ സെല്ലാവും. അപ്പൊ ഇത് ഫോറക്സ് ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ ഇതൊരു വിഷയമല്ല. ഏതെങ്കിലും ഒന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റത് ഈസി ആയിട്ട് ക്യാൻസൽ ആവും. ഇതിവിടെ ഒരു പ്രകടനമാണ്. അപ്പൊ അതിന് വേറൊരു സൊല്യൂഷൻ ഉണ്ട്. OCO എന്ന് പറയുന്ന ഒരു ഓർഡർ ഉണ്ട്, അല്ലെങ്കിൽ GTT എന്ന് പറയുന്ന ഓർഡർ ടൈപ്പ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് പതുക്കെ പഠിക്കാം. അതിന് മുമ്പ് ബേസിക് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഈ ടാർജറ്റ് അടിച്ചു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് മാനുവലി ക്യാൻസൽ ചെയ്യാം. അപ്പൊ അത് ക്യാൻസൽ ചെയ്യണത് എങ്ങനെയാണ്? അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓർഡേഴ്സിൽ പോകണം.
അപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്ക് ആദ്യം ഇട്ടത് സ്റ്റോപ്പ് ലോസ്, പിന്നെ ഇട്ടത് ടാർജറ്റ്. അപ്പൊ സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞാൽ ഇത് ഇവിടെ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പൊ അത് ഈ ഓപ്പണിൽ നിന്നിട്ട് താഴേക്ക് ചാടും അല്ലെ, എക്സിക്യൂട്ടഡ് ഓർഡേഴ്സിലേക്ക് ചാടും. പിന്നെ ഇവിടെ ബാക്കി ഒരു ഓർഡർ അവിടെ അനങ്ങാതെ കിടക്കണ്ടാവും, സ്റ്റിൽ ഓപ്പൺ ആയിട്ട് കിടക്കണ്ടാവും. അത് നമ്മളിവിടെ പോയിട്ട് മാനുവലി ക്യാൻസൽ കൊടുക്കണം. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ നേരെ തിരിച്ചും വേണം. ടാർജറ്റ് അടിച്ചു കഴിഞ്ഞാൽ, സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞാൽ ടാർജറ്റും ക്യാൻസൽ ചെയ്യണം. ഇനിയിപ്പോ അഥവാ മാർക്കറ്റ് അവിടെ വന്നാൽ മാത്രമാണ് ഒരു ഇഷ്യൂ ഉള്ളൂ. മാർക്കറ്റ് അവിടെ അന്ന് വന്നില്ലെങ്കിൽ ഇന്നത്തെ ഒരു ദിവസത്തോട് കൂടിയിട്ട് നിങ്ങൾ ഇട്ടേക്കണത് ഇൻട്രാഡേ ആണെങ്കിൽ ഇന്നത്തെ ഒരു ദിവസത്തോട് കൂടിയിട്ട് അത് ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആയി പൊക്കോളും അല്ലെ. ഇൻട്രാഡേ എന്ന് പറഞ്ഞ ഒരു ദിവസം വാലിഡിറ്റി ഉള്ളൂ. അപ്പൊ ഇതും ഒരു ട്രേഡിംഗ് ഹാബിറ്റ് ആണ്. പലപ്പോഴും ചെറിയ അബദ്ധങ്ങൾ പറ്റും, പ്രത്യേകിച്ച് വലിയ പൈസക്ക് ചെയ്യുമ്പോൾ അല്ലെ. നമ്മൾ 1 ലക്ഷത്തിനൊക്കെ ചെയ്തു, നമ്മളൊരു ട്രേഡ് എടുത്തു, 5000 പ്രോഫിറ്റ് കിട്ടി, അത് തന്നെ കട്ടായി കിടക്കണം. പിന്നെ മാർക്കറ്റ് അൺഫോർച്ചുനേറ്റ്ലി തിരിച്ച് നമ്മുടെ സ്റ്റോപ്പ് ലോസിലേക്ക് അന്ന് തന്നെ വരാമെന്ന് വിചാരിച്ചു. സാധാരണ എനിക്ക് സംഭവിക്കാറില്ല. ചെറിയ സ്കാൽപ്പേഴ്സ് ഒക്കെ ഇത് വളരെ ഫോക്കസ് ചെയ്ത് ചെയ്യും, കാരണം പെട്ടെന്ന് എത്താം. അപ്പൊ വീണ്ടും തിരിച്ചു വരണമെങ്കിൽ അടുത്ത ഓർഡറും കൂടി അവിടെ ആക്ടിവേറ്റ് ആവും. അപ്പൊ അതിൽ ചിലപ്പോൾ എന്നിട്ട് വീണ്ടും മുകളിലേക്ക് പോയാലോ അതിൽ നഷ്ടം വരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ ടാർജറ്റ് ക്യാൻസൽ ചെയ്യുക, ടാർജറ്റ് അടിച്ചാൽ സ്റ്റോപ്പ് ലോസ് ക്യാൻസൽ ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് പ്രീ മാർക്കറ്റ് അനാലിസിസ് അല്ലെ. അപ്പൊ പ്രീ മാർക്കറ്റ് അനാലിസിസിൽ പല കാര്യങ്ങളും അനൂപ് പറഞ്ഞിരുന്നു. അതിൽ ഫസ്റ്റ് പറഞ്ഞത് ഗ്ലോബൽ എലമെന്റ്സ്, രണ്ടാമത് പറഞ്ഞത് നമുക്ക് ഇവിടെ എന്തെങ്കിലും ഒരു ഹെവി വെയിറ്റേജ് ഉള്ള കമ്പനികളുടെ ആനുവൽ റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ ക്വാർട്ടർലി റിപ്പോർട്ട്സുകൾ വരുന്ന ദിവസം അതിനനുസൃതമായിട്ട് നിഫ്റ്റി മൂവ് ചെയ്യാറുണ്ട്. അതും ഒരു ഫാക്ട് തന്നെയാണ്. പിന്നെ നമുക്ക് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ഗ്ലോബൽ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഓർ നാഷണൽ ഡൊമസ്റ്റിക് ന്യൂസുകൾ ഉണ്ടെങ്കിലും അതിനെ ബേസ് ചെയ്തിട്ട് നിഫ്റ്റി മൂവ് ചെയ്യാറുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ പ്രീ മാർക്കറ്റ് അനാലിസിസ് നോക്കുക തന്നെ വേണം. പക്ഷെ ഒരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം ഈ ന്യൂസും അതുപോലെ തന്നെ എക്കണോമിക് ഡാറ്റയൊക്കെ നോക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് വളരെ ബേസിക് ആയിട്ട് ഒരു റുട്ടീൻ ബേസ്, ഒരു ആചാരം ബേസ് ആയിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു 3-4 കാര്യങ്ങളാണ് നമ്മുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിൽ പൊതുവെ ഉൾപ്പെടുത്താറുള്ളത്. അതിലൊന്ന് ഗ്ലോബൽ മാർക്കറ്റ്സ് നോക്കുക എന്നുള്ളതാണ്. 2 ഇന്ത്യ വിക്സ് എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്, അത് നോക്കുക എന്നുള്ളതാണ്. 3 FII-DI ഡാറ്റ നോക്കുക എന്നുള്ളതാണ്. 4 ഗിഫ്റ്റ് നിഫ്റ്റി എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് നോക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ 4 കാര്യങ്ങൾ നമുക്ക് നോക്കാൻ വളരെ കുറവ് സമയം മതി, ജസ്റ്റ് ലൈക്ക് 1 minute or 30 seconds. അപ്പൊ അത്തരം കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഈ ഒരു ഇൻട്രാഡേ സ്ട്രാറ്റജിയിൽ ക്ലബ് ചെയ്യാം. അതായത് ഇതും കൂടി ഒക്കെ നോക്കി എടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ചില ദിവസങ്ങളിൽ നമുക്ക് ഒരു ഡയറക്ഷനിലേക്ക് എടുക്കേണ്ടി വരും. അപ്പൊ ഇതൊക്കെ നോക്കിയാലും നമുക്ക് നിഫ്റ്റിനെ കുറിച്ച് ഒരു 60 or 66% ടൈമിലും നമുക്ക് കൃത്യമായിട്ട് ഒരു ധാരണ കിട്ടാറില്ല. അപ്പൊ അത് നിങ്ങൾ ഉൾക്കൊള്ളണം. അപ്പൊ ഒരു 66% എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 10 ദിവസത്തിൽ 7 ദിവസവും നമുക്ക് ഇത് നോക്കിയാൽ കൺഫ്യൂഷൻ ആവുള്ളൂ. കൃത്യമായിട്ട് നിഫ്റ്റി ബുള്ളിഷ് ആണോ ബെയറിഷ് ആണോ ഒരു ധാരണ കിട്ടാറില്ല. പക്ഷെ ബാക്കി 3 ദിവസമെങ്കിലും ഐദർ നിഫ്റ്റി ബുള്ളിഷ് ആണെന്നോ അല്ലെങ്കിൽ ഐദർ നിഫ്റ്റി ബെയറിഷ് ആണെന്നുള്ള ഒരു ക്ലൂ കിട്ടിയാൽ നമ്മൾ ആ ഒരു ഡയറക്ഷനിലേക്ക് മാത്രം പ്രിഫർ ചെയ്തുകൊണ്ട് ട്രേഡ് എടുക്കാം അല്ലെ. അപ്പൊ നമുക്ക് ഈ സ്ട്രാറ്റജി വെച്ച് മുകളിലേക്കും താഴത്തേക്കും ട്രേഡ് എടുക്കാനുള്ള ഒരു ചോയ്സ് അവിടെ ഉണ്ട്. അപ്പൊ അവിടെ നമുക്ക് ആ ഒരു ഏരിയയിൽ കുറച്ചും കൂടി നമുക്ക് ബെറ്റർ ആക്കാൻ അവിടെ ഒരു പഴുതുണ്ട്. അപ്പൊ അത് നമ്മൾ സാധാരണയായിട്ട് ചെയ്യാറ് ഇങ്ങനെയാണ്. അപ്പോൾ ന്യൂസ് അതുപോലെ തന്നെ എക്കണോമിക് ഡാറ്റ നോക്കണമെങ്കിൽ കുറച്ചും കൂടി നമ്മൾ കൂടുതൽ ടൈം വേണം അല്ലെ. ന്യൂസ് നോക്കുന്നത് എങ്ങനെയാണ്, ശരിക്കും ഇന്റർനാഷണൽ ആയിട്ടുള്ള വല്ല ന്യൂസുകൾ ഉണ്ടോ എന്ന് നമ്മുടെ നിഫ്റ്റിനെ ബാധിച്ചേക്കാവുന്ന നോക്കാവുന്ന 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ഹെവി ആണ്, അതായത് റോയിറ്റേഴ്സ്, CNN പോലെയുള്ള ഇന്റർനാഷണൽ ആയിട്ടുള്ള ഏറ്റവും വേഗം റിയലിസ്റ്റിക് ആയിട്ടുള്ള ന്യൂസുകൾ പബ്ലിഷ് ചെയ്യുന്ന പേപ്പേഴ്സ് എടുത്ത് വായിച്ചു നോക്കണം അല്ലെ, അതിന്റെ ഡിജിറ്റൽ ഫോംസുകൾ വായിച്ചു നോക്കണം. അപ്പൊ ഇങ്ങനെയാണ് ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് പ്രീ മാർക്കറ്റ് അനാലിസിസ് നടത്തുന്ന PR സുന്ദറിനെ പോലുള്ള ആൾക്കാരൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഇതൊക്കെ നല്ല പണിയാണ്, സാധാരണ പറ്റിയ പരിപാടിയല്ല. സെക്കൻഡ് ഒരു ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് ഇപ്പോ 2026 നമ്മുടെ ChatGPT അത്യാവശ്യം അടിപൊളിയായി കഴിയും അല്ലെ. ഈ പറയുന്ന CCNലെയും റോയിറ്റേഴ്സിലൊക്കെ ന്യൂസുകൾ നമുക്ക് പെട്ടെന്ന് കൊണ്ടുതരാൻ ChatGPTക്ക് പലപ്പോഴും പറ്റാറുണ്ട്. അപ്പോൾ ChatGPT നമുക്ക് വേണമെങ്കിൽ റീസെന്റ് ആയിട്ടുള്ള ന്യൂസ് നിഫ്റ്റിനെ ബാധിച്ചേക്കാവുന്ന അതിന്റെ ഒരു സമ്മറി നമുക്ക് വേണമെങ്കിൽ രാവിലെ ചോദിക്കാം അല്ലെ. അതൊരു മെത്തേഡാണ്. അപ്പൊ അതൊക്കെ നമുക്ക് പതുക്കെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ChatGPTനെ പോലും ഹെൽപ്പ് ഇല്ലാതെ നമുക്ക് തന്നെ പെട്ടെന്ന് നോക്കി ക്വിക്കായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഫാക്ടേഴ്സ് ആണ്. അപ്പൊ നിങ്ങൾ മനസ്സിൽ ഓർത്ത് വെക്കുക, 4 ഫാക്ടേഴ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 1 ഗ്ലോബൽ മാർക്കറ്റ്, 2 ഗിഫ്റ്റ് നിഫ്റ്റി, 3 FII-DI ഡാറ്റ, 4 ഇന്ത്യ വിക്സ്. അപ്പൊ ഇത്
നിങ്ങൾ ടേംസുകളൊന്നും കാണാപ്പാടെ പഠിക്കണ്ട. ഇതിൽ ഒരെണ്ണം മാത്രം, ഗ്ലോബൽ മാർക്കറ്റ് എന്നുള്ള ഫസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം മാത്രം നമുക്ക് ഇന്ന് പഠിക്കാം. ഇതിൽ ഓരോ പല പല കാര്യങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യാം, അല്ലെ? നമ്മുടെ ട്രേഡ് എടുത്തതിന് ശേഷം ബാക്കി കുറച്ച് സമയം ഉണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പൊ ഗ്ലോബൽ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ വേൾഡിലെ തന്നെ ടോപ്പ് ആയിട്ടുള്ള ഇൻഡെക്സുകളാണ്. ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഒരു രാജ്യത്തിന്റെ വലിയ സ്റ്റോക്സുകളുടെ ഒരു ആവറേജ് കാണിക്കുന്ന സൂചികയാണ് ഇൻഡെക്സ്. നമ്മളെ നിഫ്റ്റി 50 എന്ന് പറയുന്ന ഇൻഡെക്സ്, NSE എന്ന് പറയുന്ന 50 കമ്പനികളുടെ, NSEയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള 50 കമ്പനികളുടെ ഒരു ശരാശരി സൂചികയാണ് നിഫ്റ്റി 50. അതുപോലെ തന്നെ മറ്റുള്ള വലിയ രാജ്യങ്ങളിൽ, സമ്പന്ന രാജ്യങ്ങളിലെ ഇൻഡെക്സുകളെ നമ്മുടെ നിഫ്റ്റി പലപ്പോഴും ഫോളോ ചെയ്യുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ നോക്കുന്നത്, ഒരു കണക്ക് വെച്ച് ജനറൽ ആയിട്ട് എല്ലാവരും നോക്കുന്നത് ഒരു 9 ഇൻഡെക്സുകളാണ്. അപ്പൊ ഇത് നിങ്ങൾ ChatGPT ചോദിച്ചാൽ ചിലപ്പോൾ 10 എണ്ണം തരും, ചിലപ്പോൾ 7 എണ്ണം തരുള്ളൂ. അപ്പൊ ജനറൽ ആയിട്ട് നമുക്ക് ഓർത്തിരിക്കാവുന്നത് 9 എണ്ണമാണ്. ഇത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ കൺഫ്യൂഷൻ കുറച്ചുകൊണ്ട് അമേരിക്കയിലെ 3 മേജർ ആയിട്ടുള്ള ഇൻഡെക്സുകളും, യൂറോപ്പിലെ 3 മേജർ ആയിട്ടുള്ള ഇൻഡെക്സുകളും, ഏഷ്യയിലെ 3 മേജർ ആയിട്ടുള്ള ഇൻഡെക്സുകളാണ് നമ്മൾ ചൂസ് ചെയ്തേക്കണം. അപ്പൊ നമുക്ക് ഓർത്ത് വെക്കാൻ ഈസിയാണ്. അമേരിക്ക 3, യൂറോപ്പ് 3, ഏഷ്യ 3, അല്ല. അപ്പൊ ഇത് 3 കൂടിയിട്ട് 9 ഇൻഡെക്സുകൾ നമ്മൾ നോക്കാം. അപ്പൊ ഈ 9 ഇൻഡെക്സുകളിൽ ഒരു 8 എണ്ണെങ്കിലും ഒരു സൈഡിലേക്ക് ആണെങ്കിൽ മാത്രമാണ് അത് നമുക്ക് നല്ലൊരു വ്യൂ ആയിട്ട് കൺസിഡർ ചെയ്യാവൂ. ഫോർ എക്സാമ്പിൾ 8 ഇൻഡെക്സ് ബുള്ളിഷ്, ഒരു ഇൻഡെക്സ് ഒക്കെ ബാരിഷ്. അങ്ങനെയാണെങ്കിൽ മൊത്തം ഗ്ലോബൽ മാർക്കറ്റ് വളരെ സ്ട്രോങ് ബുള്ളിഷ് ആയിട്ട് നമുക്ക് കാണാം. ഇനി 8 എണ്ണം ബാരിഷും ഒരെണ്ണം ബുള്ളിഷ് ആയാൽ നമുക്ക് പറയാം നിഫ്റ്റി ബാരിഷ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ 8-1, 9-0 ഇത് രണ്ടും മാത്രമാണ് നമുക്ക് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്ലൂ ആയിട്ട് നമ്മൾ കാണാവൂ. ഇനി വേണമെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന മറ്റുള്ള കാര്യങ്ങൾ, FIIDA ഡാറ്റ, ഇന്ത്യ വിക്സ്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു 7-2 കൂടി പരിഗണിക്കാം. അതായത് 7 ഇൻഡെക്സുകൾ ബുള്ളിഷും 2 ഇൻഡെക്സുകൾ ബാരിഷ് ആയാലും യെസ് ബുള്ളിഷ് എന്ന് പറഞ്ഞ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ 8 എണ്ണെങ്കിലും ഒരു സൈഡിലേക്ക് ആണെങ്കിൽ മാത്രമേ നമ്മൾ അതിലൊരു വാല്യൂ കാണുള്ളൂ. അപ്പൊ നമ്മൾ നോക്കാൻ പോകുന്ന ഇൻഡെക്സുകൾ നമുക്ക് വേണമെങ്കിൽ ട്രേഡിംഗ് വ്യൂവിൽ ലോഡ് ചെയ്തിടാം. അപ്പൊ ട്രേഡിംഗ് വ്യൂവിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ലോഡ് ചെയ്തിടാനുള്ള ലിമിറ്റ് ഉണ്ട്. നമുക്ക് കൂടുതൽ 30 സ്റ്റോക്സുകളാണ് ഇതിൽ നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് നിഫ്റ്റി 50 ആൽഫബറ്റിക് ഓർഡറിൽ 30 എണ്ണം ഇതിൽ ലോഡ് ചെയ്യാൻ ഞാൻ പറഞ്ഞിരുന്നു. ഇതല്ലാതെ നമുക്ക് ഇതിൽ ഒരു ഡെലീറ്റഡ് പിൻ ഉണ്ട്. അപ്പൊ അത് പ്രീമിയത്തിൽ അത് കാണിക്കില്ല. ഡെലീറ്റഡ് പിൻ ഉണ്ട്. ആ ഡെലീറ്റഡ് പിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഇതിൽ കുറച്ച് സ്റ്റോക്സുകൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ പോയി കിടക്കും. അപ്പൊ അതെങ്ങനെ ഡിലീറ്റ് ചെയ്യണമെന്ന് ചോദിച്ചാൽ നമ്മൾ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഷിഫ്റ്റ് അമർത്തിയിട്ട് ഏറ്റവും താഴെയുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്താൽ അത് ഡെലീറ്റഡ് പിന്നിൽ പോയി കിടക്കും. അപ്പോ ഫ്രീ പ്ലാൻസ് യൂസ് ചെയ്യുന്നവർക്ക് എപ്പോഴും ആ ഡെലീറ്റഡ് പിന്നിൽ വേണമെങ്കിൽ നമുക്ക് ഇൻഡെക്സുകൾ ഇടാം. അപ്പൊ അതിൽ 20 സ്ട്രിപ്സുകൾ അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സ് ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അതിലുണ്ട്. അത് പല ആൾക്കാർക്കും അറിയില്ല. അത് നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്യുന്നത് ഇതിൽ നിന്ന് പോകുന്നില്ല, ഡെലീറ്റഡ് പിന്നിൽ പോയി കിടക്കുന്നുണ്ട്. അപ്പൊ അവിടെ നമുക്ക് അത് വേണമെങ്കിൽ നമുക്കൊരു ലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പൊ അതിൽ നമ്മൾ എന്തൊക്കെയാണ് ലോഡ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒന്ന് നിഫ്റ്റി. അപ്പൊ ഞാൻ ഈ ലോഡ് ചെയ്തേക്കണ പോലൊക്കെ തന്നെ. അപ്പൊ ഇത് ഇത്രയും നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റില്ല. ഒന്ന് നിഫ്റ്റി, ഒന്ന് ഗിഫ്റ്റ് നിഫ്റ്റി, സെൻസെക്സ്, ബാങ്ക് നിഫ്റ്റി. അതാണ് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഇൻഡെക്സുകൾ, അല്ലെ? അപ്പൊ സെൻസെക്സ് എന്ന് പറഞ്ഞാൽ BSE സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ 30 സ്റ്റോക്കിന്റെ സൂചികയാണ്. നിഫ്റ്റി നമ്മുടെ NSEയുടെ 50 സ്റ്റോക്സുകളുടെ സൂചികയാണ്. ബാങ്ക് നിഫ്റ്റി എന്ന് പറഞ്ഞാൽ ബാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും മേജർ ആയിട്ടുള്ള 12 ബാങ്ക്സിന്റെ ഇൻഡെക്സ് ആണ്. അതുപോലെ ഈ നിഫ്റ്റി 1 എന്ന് പറയുന്നത് ഇന്ത്യയുടെ ദേശീയ പതാകയുടെ ചിഹ്നമായിട്ട് വരുന്നതാണ് ഗിഫ്റ്റ് നിഫ്റ്റി. അപ്പൊ ഗിഫ്റ്റ് നിഫ്റ്റി നമ്മുടെ ഈ പ്രീ മാർക്കറ്റിലുള്ള ഒരു എലമെന്റ് ആണ്. അപ്പൊ ഗിഫ്റ്റ് നിഫ്റ്റി എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ആയിട്ടുള്ള FIIs, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുക്കിയേക്കുന്ന ഒരു ഇൻഡെക്സ് ആണ്. അത് സിംഗപ്പൂർ ഉള്ള ഒരു ഇൻഡെക്സ് ആണ്, സിംഗപ്പൂർ എക്സ്ചേഞ്ചിലെ ഇൻഡെക്സ് ആണ്. അപ്പൊ അതിന് സിംഗപ്പൂർ നിഫ്റ്റി എന്നാണ് പറയാറ്. അതിന് കൊടുത്ത ഒരു ഓമന പേരാണ് പിന്നീട് ഗിഫ്റ്റ് നിഫ്റ്റി. ഓക്കെ, അപ്പൊ ഇത്തരം ഇൻഡെക്സുകൾ നമുക്ക് ഒരു 4 ഇൻഡെക്സുകൾ നമുക്ക് ഓർത്ത് വെക്കാം. ഈ ഇൻഡെക്സുകൾ നമുക്ക് റീഡ് ചെയ്യാം. പൊതുവെ മാർക്കറ്റ് ബുള്ളിഷ് ആണോ ബാരിഷ് ആണോ എന്ന് അറിയാം. അതിൽ പലപ്പോഴും ഇതെല്ലാം കോറിലേറ്റ് ചെയ്തിട്ടാണ് മൂവ് ചെയ്യാറ്. അതായത് ഇതിൽ ഒരെണ്ണം നിഫ്റ്റി പോസിറ്റീവ് ആയ ബാക്കിയെല്ലാം പോസിറ്റീവ് ആവാനുള്ള സാധ്യത കൂടുതലാണ്, നിഫ്റ്റി നെഗറ്റീവ് ആയ ബാക്കിയെല്ലാം നെഗറ്റീവ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഇതിൽ നമുക്കൊന്നും റീഡ് ചെയ്യാൻ പറ്റില്ല.
അതിനുശേഷം നമുക്ക് ഒരു 9 ഇൻഡെക്സുകൾ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഡിലീറ്റഡ് ബിന്നിൽ നമുക്ക് കീപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് നോക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇനി ചില വെബ്സൈറ്റുകളുണ്ട്, investing.com പോലുള്ള വെബ്സൈറ്റുകളിൽ പോയി ഇത് ഓൾറെഡി കിടക്കുന്നുണ്ടാവും. അതിന്റെ ഉള്ളിൽ നമുക്കൊരു വാച്ച് ലിസ്റ്റ് ഒക്കെ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ 9 എണ്ണം അവിടെ ഇടാം. അപ്പോൾ നമുക്ക് ട്രേഡിംഗ് വ്യൂവില് നമ്മുടെ നിഫ്റ്റി 50 ഫുൾ സ്റ്റോക്സുകൾ ലോഡ് ചെയ്തിട്ട് investing.com വേണമെങ്കിൽ പോയിട്ട് ഈ ഗ്ലോബൽ മാർക്കറ്റ്സ് നോക്കാം. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സിമ്പിൾ മെത്തേഡ്, ഫസ്റ്റ് മെത്തേഡാണ്. അപ്പൊ അമേരിക്കൻ ഇൻഡെക്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 എണ്ണം, അതായത് SPX, DJI, നാസ്ഡാക്ക്. ഓക്കെ, അപ്പൊ ഈ 3 എണ്ണമാണ് അമേരിക്കയിലെ ടോപ്പ് ഇൻഡെക്സുകൾ. ഇത് കാണാപ്പാടം പഠിച്ചു വെക്കണ്ട. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ചാറ്റ് GPT ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. മേജർ 3 അമേരിക്കൻ ഇൻഡെക്സുകൾ. അപ്പൊ ഇതൊക്കെ തന്നെയാണ് കിട്ടുക. അപ്പൊ അതിന്റെ ഫുൾ ഫോം ഒക്കെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ SPX എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നോക്കിയാൽ മതി. ഇത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ നോക്കിയാൽ മതി. അപ്പൊ നമ്മൾ ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ SPX എന്നാണ് സെലക്ട് ചെയ്യേണ്ടത്. നമുക്ക് കിട്ടണമെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ഇത് ആഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ നോക്കിയിട്ട് SPX എന്നാണ് അടിക്കേണ്ടത്. അപ്പൊ SPX എന്ന് അടിച്ചു കഴിഞ്ഞാൽ SPX വന്നു. അതിന്റെ ഫുൾ ഫോം S&P 500 ഇൻഡെക്സ്, സ്റ്റാൻഡേർഡ് ആൻഡ് പുവർ 500 ഇൻഡെക്സ്. അപ്പൊ അമേരിക്കയിലെ ഏറ്റവും വലിയൊരു ഇൻഡെക്സ് ആണ് SPX. അതുപോലെ തന്നെ DJI, ഡോ ജോൺസ് എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ്. ഇത് രണ്ടുമാണ് അമേരിക്കയിലെ മേജർ ഇൻഡെക്സ്. ദെൻ നാസ്ഡാക്ക് എന്ന് പറഞ്ഞാൽ ടെക്നോളജിക്കൽ സ്റ്റോക്സുകളുടെ ഒരു ഇൻഡെക്സ് ആണ്. അപ്പൊ നാസ്ഡാക്ക് അതിലൂടെ ഒരു നമ്പർ ഉണ്ടായിരിക്കും അല്ലെ. 100 എന്ന് പറഞ്ഞാൽ 100 സ്റ്റോക്കുകളുടെ, അമേരിക്കയിലെ ഏറ്റവും വലിയ ടെക്നോളജിക്കൽ ആയിട്ടുള്ള 100 സ്റ്റോക്കുകളുടെ, അതായത് നമ്മുടെ ഈ ഗൂഗിളും ടെസ്ല അതുപോലുള്ള കുറെ കമ്പനികളിലുള്ള ഇൻഡെക്സ്, അതിന്റെ ഇൻഡെക്സ്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് അമേരിക്കൻ ഇൻഡെക്സ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ഞാൻ വേണമെങ്കിൽ ഇതിന്റെ ഒരു സ്ക്രീൻഷോട്ട് നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. അപ്പൊ ഇത് സെക്കൻഡറി ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ സ്ട്രാറ്റജി അതുപോലെ തന്നെ ചെയ്യാൻ നോക്കുക. നിങ്ങൾക്കത് വളരെ ഫ്ലുവന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു പൊടി അതിനെ ബെറ്റർ ആക്കാൻ വേണ്ടിയുള്ള മിനുക്കുപണികൾ മാത്രമാണ്. ഓക്കെ, അപ്പൊ ഞാൻ നമ്മുടെ ഈ ക്ലാസ്സിന് ശേഷം ഞാനത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടേക്കാം. ഇനി യൂറോപ്പിലെ 3 ഇൻഡെക്സുകളാണ് UK 500, DE 40, CAC 40. അതുപോലെ തന്നെ ഏഷ്യയിലെ മേജർ ഇൻഡെക്സുകളാണ് ഈ ഇൻഡെക്സുകളൊക്കെ. അപ്പൊ ഇപ്പൊ ഞാൻ തരുന്ന ആ ഒരു ഫോട്ടോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്തിട്ട് ചാറ്റ് ജിപിയിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതിനെ കുറിച്ചുള്ള വളരെ വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് കാണാം. ഷിഫ്റ്റ് വിൻഡോസ് ഇതെന്തൊക്കെയാണ് ഇൻഡെക്സുകൾ, ഏതൊക്കെ രാജ്യത്തെയാണ്, ഇതിൽ എത്ര സ്റ്റോക്സുകളൊക്കെയാണ് ഉള്ളതെന്നുള്ളൊരു ജനറൽ നോളേജ് ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി പഠിക്കാൻ പറ്റും അല്ലെ, മനസ്സിലോർത്ത് വെക്കാനും പറ്റും. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് പോയിട്ട് ചാറ്റ് ജിപിടിയിൽ ഒന്ന് ചോദിച്ചു നോക്കാം. കൂടുതൽ ഇൻഫോർമേഷൻ ഇതിനെ കുറിച്ചുള്ള എന്തൊക്കെ തരാൻ പറയാം. ഇത് ജർമ്മനിയിലെ, ഫ്രാൻസിലേക്ക് ഇൻഡെക്സുകളാണ് ഈ യൂറോപ്യൻ ഇൻഡെക്സ് എന്ന് പറയുന്നത്. പ്ലീസ് ഗീവ് മോർ ഡീറ്റെയിൽസ്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഇതെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സ്പ്ലനേഷൻ ചോദിക്കാം. അപ്പൊ ഇതിൽ ഓരോ അബ്രിവിയേഷന്റെ ഫുൾ ഫോമും അത് ഏത് രാജ്യത്തെ ഇൻഡെക്സ് ആണെന്നുള്ളതൊക്കെ ഒരു ഐഡിയ കിട്ടും. അതെ, അപ്പൊ ഇതില് SPX എന്ന് പറഞ്ഞാൽ S&P 500 tracks the 500 largest US companies considered the benchmark of US market. Companies include Apple, Microsoft, Nvidia, Amazon. അപ്പൊ ഇതിലുള്ള പലതും നമ്മുടെ നാസ്ഡാക്കിലും ഉണ്ട്. മനസ്സിലായി? ഇപ്പൊ നമ്മുടെ ഇവിടെ സെൻസെക്സും എന്താണ് പറയാ, സെൻസെക്സും നിഫ്റ്റി ഉണ്ടല്ലോ, ആ ഒരു വ്യത്യാസം. ഇനി ഡോ ജോൺസ് ട്രാക്സ് 30 മേജർ US കമ്പനീസ്, കൊക്കക്കോള, ബോയിങ് പോലെയുള്ള കമ്പനീസുകൾ. പ്രൈസ് വെയിറ്റേജ് ഇൻഡെക്സ് ആണ്, അതൊന്നും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. യൂഷ്വലി മൂവ് സ്ലോവർ ദാൻ നാസ്ഡാക്ക്. അപ്പൊ നാസ്ഡാക്ക് ടെക്നോളജിക്കൽ ഇൻഡെക്സുകൾ കൂടുതൽ മൂവ്മെന്റ് കണ്ടാലും അത് ചെറിയ മൂവ്മെന്റ് ആയിട്ട് നമുക്ക് എടുക്കാം. ഡോ ജോൺസിൽ 1% എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ വലിയ മൂവ്മെന്റ് ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പൊ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ അധികം പോകണ്ട. ഇനി യൂറോപ്യൻ ഇൻഡെക്സ്,
അപ്പൊ ഒരു സിമ്പിൾ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UK 100 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫൈനാൻഷ്യൽ ടൈം സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഏറ്റവും ബെസ്റ്റ് 100 കമ്പനികൾ. അതുപോലെ തന്നെ DE40 DAX 40 എന്നാണ് നമ്മൾ സെർച്ച് ചെയ്യേണ്ടത്. ജർമ്മനിയിലെ 40 കമ്പനികൾ, ആ പേരിൽ തന്നെ ഉണ്ടല്ലോ 40. ഇനി CAC എന്ന് പറഞ്ഞാൽ ഫ്രാൻസിലെ 40 കമ്പനികൾ. ഇത് എപ്പോഴും നമുക്ക് അങ്ങോട്ട് തെറ്റും, അപ്പൊ ആലോചിച്ചാൽ മതി. CAC ഫ്രാൻസിലാണ് C എന്ന് പറയുന്ന വേർഡ്. CAC ഫോർ ഫ്രാൻസ്, DE40 ഫോർ DAX ഫോർ ജർമ്മനി. ഇനി ഏഷ്യയിലെ 3 ഇൻഡെക്സുകൾ എന്ന് പറഞ്ഞാൽ നെയ്ക്കി, അതുപോലെ തന്നെ ഷാൻഹായ്, ഹാൻസാങ് ഇൻഡെക്സ്. അപ്പൊ ഈ സ്ഥലങ്ങളൊന്നും ജസ്റ്റ് സ്ഥലങ്ങളായിട്ട് നിങ്ങൾ മനസ്സിലൊന്ന് കണക്ക് വെക്കുക, ഒന്ന് കയറ്റി വെക്കുക. അതായത് ജപ്പാനിലെ ഇൻഡെക്സ് ആണ് നെയ്ക്കി, അതുപോലെ തന്നെ ഷാൻഹായിയുടെ ഇൻഡെക്സ് ആണ്, ചൈനീസിലെ മേജർ ഇൻഡെക്സ് ആണ് ഷാൻഹായ്. ഈ ഷാൻഹായ് മാത്രം ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട് നമുക്ക്, കാരണം ഇതിന്റെ സിമ്പിൾ അബ്രീവിയേഷൻ എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. എന്താണ് 000001. ഇപ്പൊ നമ്മൾ നിഫ്റ്റി 50 നമുക്ക് സുഖമല്ലേ, വെറുതെ നിഫ്റ്റി 50 തന്നെ അടിച്ചു കൊടുത്താൽ മതി. പക്ഷെ നമുക്ക് ഈ ഷാൻഹായ് ഇൻഡെക്സ് കിട്ടണമെങ്കിൽ 00001. ഹോങ്കോങ് നമുക്ക് എളുപ്പം ഓർത്ത് വെക്കാം. ഹോങ്കോങ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ HK50, നമ്മുടെ നിഫ്റ്റി 50 പോലെ തന്നെ ഉള്ള മറ്റൊരു ഏഷ്യയിലെ ബിഗ്ഗസ്റ്റ് ഇൻഡെക്സ് ആണ് ഹോങ്കോങ് 50. അപ്പൊ എങ്ങനെയാണ് ഗ്ലോബൽ മാർക്കറ്റ് അനാലിസിസ് നടത്തേണ്ടതെന്ന് മനസ്സിലായില്ലേ? അതായത് പ്രീ മാർക്കറ്റ് അനാലിസിസിലെ ഒരു മേജർ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് ആണ് ഗ്ലോബൽ മാർക്കറ്റ് അനാലിസിസ്. അതിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത് ഈ 9 ഇൻഡെക്സുകളാണ്. ഇതിനൊപ്പം നമുക്ക് ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് നോക്കാം. പ്രത്യേകിച്ച് ഈ യുദ്ധാന്തരീക്ഷത്തിലൊക്കെ ക്രൂഡ് ഓയിലിനനുസരിച്ചാണ് നമ്മുടെ നിഫ്റ്റി ഡാൻസ് ചെയ്യണമെന്നൊക്കെ പറയും. അപ്പൊ ഇന്നലെ മിഞ്ഞാന്നുള്ള ഫോൾ ഉണ്ടായത് ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് കയറിയതുകൊണ്ടാണ്. അപ്പൊ അതും നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാത്ത കാര്യങ്ങൾ. കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കാതെ വളരെ സിമ്പിൾ ആയിട്ട് അമേരിക്കൻ, യൂറോപ്യൻ, ഏഷ്യൻ ഇങ്ങനെ ഓർത്ത് വെക്കുക. മൊത്തം 9 ഇൻഡെക്സുകളാണുള്ളത്. ഈ 9 എണ്ണത്തിൽ 8 എണ്ണമെങ്കിലും മിനിമം 9 8 എണ്ണെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് ആണെങ്കിൽ നമുക്ക് ആ ഡയറക്ഷനിലേക്ക് മാത്രം ട്രേഡ് എടുക്കുന്നതിനെ കുറിച്ച് കൺസിഡർ ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങൾ അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇവിടെ നിന്നുള്ള ഇൻട്രാഡേ ബേസിക് ലൈവ് ക്ലാസ്സുകളിൽ ഏറ്റവും നമ്മൾ പ്രയോറിറ്റി കൂടുതൽ കൊടുക്കുക സ്ട്രാറ്റജി എക്സിക്യൂഷൻ, ഒരു ബ്രോക്കറുടെ പാനൽ എങ്ങനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം, സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് വെക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതിനുശേഷം നമ്മൾ സമയമുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടാലോ? ഞാനിത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. റെക്കോർഡിങ് ഞാൻ ഇപ്പൊ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ ആ വീഡിയോ റെക്കോർഡിംഗ് ഒന്നുകൂടി കണ്ട് മനസ്സിലാക്കാം. ഓക്കെ സർ, 8 ഇൻഡെക്സസ് എങ്ങനെ, ഏത് ട്രെൻഡിലാണെന്ന് എങ്ങനെയാണ് നോക്കുന്നത്? അതിപ്പോ 9 എണ്ണം നമ്മൾ നോക്കുമ്പോ അതിൽ 8 എണ്ണം ഗ്രീൻ ആണെങ്കിൽ, ഒരെണ്ണം റെഡ് ആയിക്കോട്ടെ, 8 9 എണ്ണം ഗ്രീൻ ആണെങ്കിൽ നമുക്ക് സ്ട്രോങ് ബുള്ളിഷ് ആയിട്ട് കരുതാം. ഇനി 8 എണ്ണം ബാരിഷ് ആണ് അല്ലെങ്കിൽ 9 എണ്ണം ബാരിഷ് ആണെങ്കിൽ നിഫ്റ്റി ബാരിഷ് ആവാനുള്ള സാധ്യത ഉണ്ടെന്ന് കരുതാം. ട്രേഡിംഗ് വ്യൂവിൽ പോയി നോക്കണം. എന്തോ എവിടെ പോയി നോക്കണ്ടേ? ട്രേഡിംഗ് വ്യൂവില്. ട്രേഡിംഗ് വ്യൂല് അത് 1 by 1 ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് നോക്കാം. അപ്പൊ കുറച്ച് സമയം എടുക്കും. അത് ഓൾറെഡി നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഒറ്റ ലുക്കിൽ തന്നെ മനസ്സിലാക്കാം. അപ്പൊ അത് ആഡ് ചെയ്യാനുള്ള ഒരു സൂത്രവിദ്യയാണ് പറഞ്ഞത്. ഇപ്പൊ നമ്മൾ ട്രേഡിംഗ് വ്യൂ ബേസിക്കലി കുറച്ച് കോസ്റ്റ്ലി ആണ്. അതിന്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള എസെൻഷ്യൽ പ്ലാൻ തന്നെ 1500 വരുന്നുണ്ട്. നമ്മൾ കാണുമ്പോൾ 900 സംതിങ് ആണ് കാണിക്കുകയെങ്കിലും അത് മന്ത്ലിക്ക് ആക്കിയിട്ട് GST കൂടി ആഡ് ചെയ്യുമ്പോൾ 1500 ആവും. അപ്പൊ അതിന് വേണ്ടിയുള്ള ഒരു കുട്ടൻസ് ആണത്. എന്ത്, നമുക്ക് ആദ്യം ഇതുപോലുള്ള ഇൻഡെക്സുകൾ ആഡ് ചെയ്തിട്ട് അത് ഡിലീറ്റ് ചെയ്യാം. ആ ഡിലീറ്റ് ചെയ്യണ സാധനങ്ങൾ അവിടെ നിന്ന് പോകുന്നില്ല, ട്രേഡിംഗ് വ്യൂവിന്റെ ഡിലീറ്റഡ് പിന്നിൽ പോയി കിടക്കും. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നിഫ്റ്റി 50 30 സ്റ്റോക്സുകൾ ആഡ് ചെയ്യാം. അപ്പൊ ഇത് രണ്ടും നമുക്ക് ഒരുമിച്ച് കാണാം. അപ്പൊ ഇൻഡെക്സുകൾ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ, പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ 9 ഇൻഡെക്സുകളൊക്കെ നമ്മൾ ഡിലീറ്റഡ് പിന്നിലിടാം. അപ്പൊ ഡിലീറ്റഡ് പിന്നെ ആക്സസ് ചെയ്താൽ നമുക്ക് ഇൻഡെക്സുകൾ ഒറ്റ ലുക്കിൽ കാണാം. അപ്പൊ ഒരു ദിവസം ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് 9:30 മുമ്പാണ്, 9:15 മുമ്പ് ഇതൊന്ന് നോക്കി വെച്ചാൽ നന്നായിരിക്കും. പ്രീ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും മാർക്കറ്റ് ഓപ്പൺ ചെയ്യണമെങ്കിൽ കുറച്ച് മുമ്പ് നോക്കാം. ഒരു 8:45 9 മണിക്കൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും നമ്മുടെ നിഫ്റ്റിന്ന് എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഇത് 8 എണ്ണമെങ്കിൽ നിങ്ങൾ നിർബന്ധം പിടിക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 80% ഓഫ് ദ ടൈം നിഫ്റ്റി ബുള്ളിഷ് ആവാറുണ്ട്. 7 എന്ന് പറയുമ്പോൾ അതിന്റെ വിന്നിംഗ് റേറ്റ് കുറച്ചുകൂടി കുറയും. 6 3 ആണെങ്കിൽ മിക്സഡ് ആയിട്ട് കൂട്ടിയാൽ മതി. അതിൽ പ്രത്യേകിച്ച് ഒരു കണക്ക് കൊടുക്കാനില്ല. 6 ബുള്ളിഷും 3 ബാരിഷും എന്ന് പറഞ്ഞാൽ അത് ഒരു കൃത്യമായിട്ടുള്ള ഒരു വ്യൂ അല്ല. ഇത് വളരെ അപൂർവമായിട്ട് കിട്ടാറുള്ളത്. ഇന്നിപ്പോ കിട്ടിയതുകൊണ്ട് നമ്മളത് ബേസ് ചെയ്ത് നമ്മൾ ട്രേഡ് എടുത്തു. ഇന്ന് 9 ബുള്ളിഷ് ആയിരുന്നു. ഓക്കെ,
അപ്പൊ നമ്മുടെ So, ട്രേഡിംഗിൽ ഒരു ട്രേഡിംഗിൽ നമുക്ക് ഒരു മാസം എക്സ്ട്രാ പോസിറ്റീവ് ആക്കാൻ പറ്റിയ അത്ര ബെറ്റർ ആയിരിക്കും മന്ത്ലി P&L. ഓക്കെ സർ, ആ 9 ഇൻഡെക്സസും ആ ഡാഷ്ബോർഡിൽ ഒരു വ്യൂ ആയിട്ട് കാണാൻ പറ്റത്തില്ലേ? ഒരു വ്യൂ ആയിട്ട് ഇട്ടാൽ നമ്മുടെ ഡെലീറ്റഡ് ബിന്നിൽ കണ്ടോ ഇതുപോലെ ഒറ്റയടിക്ക് തന്നെ എല്ലാം കാണാവുന്ന തരത്തിൽ ഇട്ടാൽ ബെസ്റ്റ്. അല്ലല്ല, ഇപ്പൊ ഞാൻ നോക്കണമെങ്കിൽ ഒന്നൊന്ന് സ്ക്രോൾ ചെയ്ത് പോണ്ടേ? ഞാൻ ചോദിക്കുന്നത് ഈ ഗ്രാഫിന്റെ അവിടെ തന്നെ ഒരു 9 പോർഷൻ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കാണാൻ പറ്റത്തില്ല. എങ്ങനെ അല്ല, ഇപ്പം സാർ ആ വാച്ച് ലിസ്റ്റ് കാണിച്ചില്ലേ? ഇപ്പൊ ഞാൻ പോയി നോക്കണമെങ്കിൽ ഒന്നൊന്നിൽ വെച്ച് നോക്കണമല്ലോ. റൈറ്റ് സൈഡിൽ പോയി ഒന്ന് വെച്ചിട്ട് ലെഫ്റ്റ് സൈഡിൽ സ്ക്രീനിൽ കാണണം. റൈറ്റ് സൈഡിൽ പോയി ഒന്ന് വെച്ചിട്ട് ലെഫ്റ്റ് സൈഡിലെ സ്ക്രീനിൽ കാണാം. എനിക്ക് അത് മനസ്സിലായില്ല. അതായത് ട്രേഡിംഗ് വ്യൂവിലത്തെ കാര്യമല്ലേ നിങ്ങൾ ചോദിക്കുന്നത്? ഇവിടെ തന്നെ സാർ. ഇപ്പൊ എനിക്ക് കാണണമെങ്കിൽ ട്രെൻഡ് കാണണമെങ്കിൽ ഞാൻ അവിടെ പോയി, ഫോർ എക്സാമ്പിൾ നാസ്ഡാക്കിൽ വെക്കണമെങ്കിൽ അവിടെ ലെഫ്റ്റ് സൈഡിൽ പോയി നാസ്ഡാക്കിന്റെ ട്രെൻഡ് കാണാം. ഇവിടെ ഫോർ എക്സാമ്പിൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെയാണോ? ഇവിടെ സ്ക്രീനിൽ ഇവിടെ പോയിട്ട് നമുക്ക് 1 by 1 ആയിട്ട് വേണമെങ്കിൽ നോക്കാം. പക്ഷെ അത് ഒരുപാട് സമയം എടുക്കുമല്ലോ. അതിന് പകരം ഇവിടെ ഈ വാച്ച് ലിസ്റ്റിൽ നമ്മൾ ആഡ് ചെയ്യൂലേ, സിമ്പിൾ ആഡ് ചെയ്യൂലേ, അത് മനസ്സിലായി സാർ. ഓൾറെഡി ആഡ് ചെയ്തിട്ടാല് നമുക്ക് ഒറ്റ ലുക്കിൽ തന്നെ ഇതെല്ലാം കാണാം. ഓ ഓക്കെ, ഇവിടെ ഈ ഗ്രീനിൽ കാണിക്കുന്നത് ഓക്കെ ഇതാണോ? അതെ, ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ എല്ലാവർക്കും അല്ലെ? ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതില് വാല്യൂസിനും ഇമ്പോർട്ടൻസ് കൊടുക്കാം. കണ്ടോ, നെയ്ക്കി ഹോങ്കോങ് ഇൻഡെക്സ് ഒക്കെ 1.81 അതായത് ഏഷ്യൻ മാർക്കറ്റ് അടിച്ചു കയറിയേക്കാണെന്ന്. ബാക്കി അമേരിക്കൻ മാർക്കറ്റ് യൂറോപ്യൻ മാർക്കറ്റും ഒരു ന്യൂട്രൽ എന്ന് പറയാൻ പറ്റുള്ളൂ, ഓൾമോസ്റ്റ് ബുള്ളിഷ് ആണ്. ഈ ചെറിയ റെഡുകൾ നമ്മൾ കൂട്ടണ്ട, അത് ന്യൂട്രൽ ആയിട്ട് കൂട്ടാം. 0.10%, 0.9% ഒക്കെയാണ് നമുക്ക് കൂട്ടാൻ നിൽക്കണ്ട. അപ്പൊ ഇതിൽ മേജർ ഇൻഡെക്സുകളൊക്കെ കണ്ട, SPX 500 വളരെ പോസിറ്റീവാണ്. അതുപോലെ യൂറോപ്യൻ മാർക്കറ്റിൽ CAC-ഉം വളരെ പോസിറ്റീവാണ്. അപ്പൊ ബാക്കി 0.10 വരുന്നത് കൂട്ടണ്ട. അപ്പൊ പതുക്കെ നമുക്ക് ഇതിന്റെ വാല്യൂസും കൂടി അനലൈസ് ചെയ്യാൻ പഠിക്കാം. അപ്പൊ വാല്യൂസിൽ വലിയ മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ അത്ര പോസിറ്റീവ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാലോ, ഏഷ്യൻ മാർക്കറ്റിൽ വാല്യൂസും കൂടുതലാണ്. 1.50, 1.81 എന്ന് പറഞ്ഞാൽ നിഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ നിഫ്റ്റി പോലുള്ളൊരു ഇൻഡെക്സിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ബുള്ളിഷാണ്. സാധാരണ ശരാശരി നമ്മുടെ നിഫ്റ്റി മൂവ് ചെയ്യുന്നത് അപ്രോക്സിമേറ്റ്ലി ലെസ് ദാൻ 1% ആണ്, 0.90 ഒക്കെയാണ് എൻ്റെ ഒരു ആവറേജ്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ അതിന്റെ ഇരട്ടിയാണ് ഹോങ്കോങ് ഇൻഡെക്സ് ഒക്കെ ഇന്ന് മൂവ് ചെയ്തേക്കുന്നത്. നമുക്ക് പ്രതീക്ഷിക്കാം ഇന്ന് നമുക്ക് നിഫ്റ്റിയും അതുപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ഉണ്ടായിരിക്കും എന്നുള്ളത്. ഇപ്പോൾ ഇത്ര മൂവ് ചെയ്തു എന്ന് വിചാരിച്ച് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഇത്ര മൂവ്മെന്റ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഒരു കാര്യം മാത്രം നോക്കിയിട്ടല്ല നമ്മൾ ഇത് കൺസിഡർ ചെയ്യേണ്ടത്, ചാർട്ടും പല കാര്യങ്ങളും നോക്കിയിട്ടാണ്. അപ്പൊ അതിൽ ഓരോ എലമെന്റ്സ് നമുക്ക് ഓരോ ദിവസം ആഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ക്ലാസ്സിൽ ആദ്യം തന്നെ നമുക്ക് അതൊന്ന് ക്ലിയർ ചെയ്തിട്ട് പുതിയ സെക്ഷനിലേക്ക് കടക്കാം. ഓക്കെ, ജസ്റ്റ് ഒരു ഡൗട്ടും കൂടെ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മളിപ്പം ഇൻട്രാഡേ ട്രേഡ് എടുത്തു, ഓക്കെ, ടാർഗറ്റ് ഇട്ടു, സ്റ്റോപ്പ് ലോസ് ഇട്ടു, എല്ലാം ഫൈൻ. അപ്പം ആദ്യം ഏതെങ്കിലും ഒരു സൈഡിലേക്ക്, ഇപ്പം ഒന്നല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് സൈഡിലേക്കോ ടാർഗറ്റ് സൈഡിലേക്കോ ഒരു നല്ല മൂവ്മെന്റ് വന്നിട്ട് പിന്നെ ഇങ്ങനെ ചിലപ്പോൾ ഉച്ച കഴിയുന്ന, ചിലപ്പോൾ 3 മണി വരെ ഇങ്ങനെ സൈഡ് വൈസ് ആയിട്ട് നിൽക്കും, 2 സൈഡിലോട്ടും പോവില്ല. അപ്പം അങ്ങനെയുള്ള ട്രേഡ്സ് നമുക്ക് ബെറ്റർ ആയിട്ട് ചെയ്യാൻ എന്തെങ്കിലും നമ്മൾ നോക്കേണ്ടതുണ്ടോ? കാരണം പിന്നെ നമ്മൾ മാനുവലി എക്സിറ്റ് ചെയ്യുമായിരിക്കും ചിലപ്പോൾ ഒരു 3:15 ആകുമ്പോൾ. അപ്പൊ അത് നമുക്ക് മനസ്സിലാക്കാൻ കുറച്ചും കൂടെ എന്തെങ്കിലും നമ്മൾ നോക്കേണ്ടതുണ്ടോ? ഒരു വഴിയുമില്ല. അതുകൊണ്ടാണ് നമ്മളിതൊരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതായത് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ അതിനൊരു സെറ്റ് ഓഫ് റൂൾസ് ഉണ്ടായിരിക്കും. അത് വളരെ സിമ്പിൾ ആക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനിയിപ്പോ നമ്മൾ എപ്പോഴും നോക്കിക്കൊണ്ടിരുന്നിട്ട് മൂവ്മെന്റ് ഇല്ലെങ്കിൽ കട്ട് ചെയ്യുക, അല്ലെങ്കിൽ ആ 1:1 റിസ്ക് റിവാർഡ് ടാർഗറ്റ് കഴിഞ്ഞിട്ട് നേരേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കണമെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുക, ഇങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി പ്രോഫിറ്റ് കിട്ടായിരിക്കും. പക്ഷെ പലപ്പോഴും നമുക്ക് ഒരു ദിവസം പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ മറ്റൊരു ദിവസം ലോസ് വരും. അപ്പോ ഇത് വളരെ എഫേർട്ട്ലെസ്ലി ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു സ്ട്രാറ്റജി ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അത് അതിൻ്റെതായ റൂൾസ് ബേസിൽ തന്നെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും വെച്ചിട്ട് പിന്നെ ആ വഴിക്ക് നോക്കാതിരിക്കുന്നതാണ് ബെറ്റർ. ഓക്കെ, അപ്പം നമ്മൾ അനലൈസ് ചെയ്ത് ഓർഡർ ഇടുക, പിന്നെ സിസ്റ്റം ബാക്കി ചെയ്യട്ടെ, വിന്നർ ലോസ് നമ്മളത് രീതിയിൽ പോകാൻ പറ്റും. അതെ, ഒരു 3:15 കൂടിയിട്ട് ഒരു അലാറം വെച്ചിട്ട് അത് മാനുവലി ടാർഗറ്റും സ്റ്റോപ്പ് ലോസ് എത്തിയിട്ടില്ലെങ്കിൽ റയർ ചാൻസ് ആണുള്ളത് മാനുവലി എക്സിറ്റ് ചെയ്താൽ നന്നായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ സ്ക്വയർ ഓഫ് ചാർജ് പിടിക്കും, 57 രൂപ 59 രൂപയോളം സ്ക്വയർ ഓഫ് ചാർജ് പിടിക്കും. അപ്പൊ ഒരു 3 മണിക്ക് ഒരു അലാറം വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. അതെ, നമ്മൾ പൊസിഷൻ ക്ലോസ് ചെയ്യണമെന്നുള്ളൂ. അതിന്റെ ഇടയ്ക്ക് തീരുമാനങ്ങൾ എടുക്കാൻ നിൽക്കണ്ട. അതുകൊണ്ടാണ് എന്നിട്ട് കിട്ടുന്ന പ്രോഫിറ്റ് നമുക്ക് കിട്ടാൻ പാടുള്ളൂ.
അപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രൈസ് ആക്ഷൻ പല പല സ്ട്രാറ്റജികളിൽ പലതരത്തിൽ നമുക്ക് ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് സ്റ്റോപ്പ് ലോസ് കുറേശ്ശെ ഉന്തി പോവാം, ട്രെയിൽ ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പൊ അത് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ അതിന്റെ സൈഡ് എഫക്ട്സും വരും. അതായത് സാധാരണ നിലയ്ക്ക് മാർക്കറ്റ് ഭയങ്കര ഷിവർ ചെയ്താണ് മുകളിലേക്ക് പോവുക. അപ്പൊ ഈ സ്റ്റോപ്പ് ലോസ് ഉന്തി പോണവർ പല ദിവസം സ്റ്റോപ്പ് ലോസ് അടിച്ചെടുക്കണ്ടാവും. പക്ഷെ സ്റ്റോപ്പ് ലോസ് അടക്കാതെ അവിടെ വെച്ചേക്കുന്ന ആൾക്കാർക്ക് മിക്കതും ടാർഗറ്റ് അടിച്ചിട്ടുണ്ടാവും. അപ്പൊ അതൊരു കോയിന്റെ രണ്ട് വശങ്ങൾ പോലെയാണ്. നമുക്ക് ഇതിന്റെ ഇടയ്ക്ക് ചെയ്യുന്ന അഡ്ജസ്റ്റ്മെന്റ്സ് അതിൻ്റെതായ കുറച്ച് നെഗറ്റീവ്സ് ഉണ്ടാക്കും. അപ്പൊ ഓവറോൾ അത് നമ്മൾ ലെസ് എഫേർട്ടിൽ മോർ റിസൾട്ട് എന്നുള്ള ഒരു വ്യൂവിൽ ചിന്തിക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും ഒരു ഫിക്സഡ് സ്റ്റോപ്പ് ലോസും ടാർഗറ്റും വെച്ച് ട്രേഡ് ചെയ്യുന്നതാണ് ബെറ്റർ, എസ്പെഷ്യലി ഫോർ ബിഗിനേഴ്സ്. ഓക്കെ മനസ്സിലായി. സർ, ഏഷ്യൻ പെയിന്റ്സിന്റെ ടാർഗറ്റ് ഇപ്പൊ ഒന്ന് കാണിക്കാവോ? നമ്മൾ സെറ്റ് ചെയ്തത് സാർ സെറ്റ് ചെയ്തില്ലേ? ടാർഗറ്റ് സെറ്റ് ചെയ്തില്ലേ? അതൊന്ന് കാണിക്കാവോ? ടാർഗറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓർഡേഴ്സിൽ പോയിട്ട് ഓപ്പൺ ഓർഡേഴ്സിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് സെറ്റ് ചെയ്തേക്കുന്നതാണ് ടാർഗറ്റ്. അത് ഓക്കെ സർ. അതിന്റെ കറന്റ് സ്റ്റേറ്റ് ഒന്ന് കാണിക്കാവോ? എവിടെ റീച്ച് ആയെന്ന്? 12 രൂപ 50 പൈസ നഷ്ടത്തിലാണ് ഇപ്പോ. നിങ്ങളപ്പോ ട്രേഡ് എടുത്തില്ലേ ഇപ്പൊ ഓൾറെഡി? ഇല്ല സർ, ഇല്ല. ഞാൻ ട്രേഡ് എടുക്കാത്തവർ ആരെങ്കിലും ഉണ്ടോന്ന് ചോദിച്ചപ്പോ ഒന്നും മിണ്ടിയില്ലല്ലോ. നിങ്ങള് പേപ്പർ ട്രേഡ് അല്ലെങ്കിൽ പൈസ ഇട്ടിട്ട് എന്തായാലും ട്രേഡ് ചെയ്യാം, അല്ലാതെ ഒരിക്കലും നിങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ ട്രേഡർ ആവാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അത് മുടങ്ങാതെ ട്രേഡ് ചെയ്യാം. അപ്പൊ ഡിസിപ്ലിൻ ഇല്ലാത്ത ഒരാളും മാർക്കറ്റിൽ നിന്ന് പൈസ ഉണ്ടാക്കി പോയ ചരിത്രം വളരെ അപൂർവമുള്ളൂ. അപ്പൊ എന്തായാലും നിങ്ങൾ അത് ആക്ഷനിലേക്ക് കൊണ്ടുവരാം, ട്രേഡ് എടുക്കുക. ലോസ് വന്നോ പ്രോഫിറ്റ് വന്നോ ഇതൊന്നും വിഷയമൊന്നുമല്ല. കാരണം നമ്മൾ ഒരു ദിവസത്തെ ലോസോ ഒരു ദിവസത്തെ പ്രോഫിറ്റോ നമ്മൾ നോക്കാൻ പാടില്ല, അല്ലെ? അപ്പൊ മിനിമം ഒരു 100 ട്രേഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അതിന്റെ പ്രോഫിറ്റബിലിറ്റി ഇവാലുവേറ്റ് ചെയ്യാവൂ. അപ്പോൾ ഒരിക്കലും സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് സാലറി പോലെ പൈസ കിട്ടുക, എല്ലാ മാസവും പ്രോഫിറ്റ് കിട്ടാനുള്ള പരിപാടിയല്ല. നമ്മളൊരു നല്ല ഒരു പ്രത്യേകിച്ച് ഇൻട്രാഡേ ട്രേഡിങ്ങിൽ, സ്വിംഗ് ട്രേഡിംഗ് ആണെങ്കിൽ നമ്മൾ ഒരു വർഷമാണ് നോക്കുക, ഒരു ക്വാർട്ടർലി അല്ല നോക്കുക. ഒരു ക്വാർട്ടർലി വരെ സ്വിംഗ് ട്രേഡേഴ്സ് ലോസിലായിരിക്കും. സ്വിംഗ് ട്രേഡേഴ്സ് ആണെങ്കിൽ ഒരു വർഷം ആണ് ബെസ്റ്റ് പ്രോഫിറ്റ് വാല്യൂഷൻ പീരീഡ്. അതുപോലെ തന്നെ ഇൻട്രാഡേ ട്രേഡേഴ്സ് ആണെങ്കിൽ ക്വാർട്ടർലി ആണ് നമ്മൾ പ്രോഫിറ്റ് നോക്കേണ്ടത് മിനിമം. അതായത് മിനിമം ഒരു 60 ട്രേഡ്, എപ്പോഴും ഹാഫ് ഇയർലി നോക്കിയാൽ ബെറ്റർ. അപ്പോഴാണ് നമുക്ക് 100 ട്രേഡ് ഫിനിഷ് ആവുള്ളൂ, അല്ലെ? ഒരു ദിവസം ഒരു ട്രേഡ് വെച്ച് ചെയ്യുന്ന സ്ട്രാറ്റജി ആണെങ്കിൽ മിനിമം ഒരു 120 ദിവസം അല്ലെങ്കിൽ 100 ദിവസം. 120 ദിവസം എന്ന് പറയുമ്പോൾ 5-6 മാസം ഹാഫ് ഇയർലി ബേസിൽ നമ്മൾ പ്രോഫിറ്റ് വാല്യൂഷൻ നടത്താം. അപ്പൊ അതിനാണ് നിങ്ങളോടത് ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ 100 ദിവസം പോയിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്താൽ ഈ സ്ട്രാറ്റജിയുടെ റിയൽ എഡ്ജ് എത്ര പെർസെന്റേജ് ആണ് നമ്മൾ 100 ദിവസം മുടങ്ങാതെ ഈ ഒരു സ്ട്രാറ്റജി വെച്ച് ട്രേഡ് ചെയ്തിരുന്നെങ്കിൽ അതിൽ എത്ര ലോസ് വരുമായിരുന്നു, എത്ര പ്രോഫിറ്റ് വരുമായിരുന്നു, ഓവറോൾ നമുക്ക് എത്ര പ്രോഫിറ്റ് കിട്ടുമായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്നോട് ഇവിടെ എടുത്ത് നോക്കാൻ പറയുന്നതിൽ അർത്ഥമില്ല. ഈ സംഭവം നിങ്ങളോട് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഈ ട്രേഡ് നിങ്ങളോട് എടുക്കാനാണ് ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നിരുന്നത്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡിംഗ് ടെർമിനലിൽ തന്നെ നോക്കി കാണാമല്ലോ ഇവിടെ എത്ര പ്രോഫിറ്റ് ഉണ്ട് ലോസ് ഉണ്ട് എന്നുള്ളതൊക്കെ. അപ്പൊ അതിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ പലരും ഇത് ഫോളോ ചെയ്യുന്നില്ല. കൃത്യമായിട്ട് ഒരു സിസ്റ്റം ഫോളോ ചെയ്യാതെ നമ്മള് പ്രോഫിറ്റബിൾ ആവാൻ എളുപ്പമല്ല. ഓക്കെ, എനിവേ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു. പറഞ്ഞു. താങ്ക് യു. Yeah, fine.